ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കുന്ന യൂദായുടെ ലേഖനത്തെ ബേസ് ചെയ്ത അത് പാടിയപ്പോൾ ദൈവവചനത്തെ കുറിച്ച് ഒരു കാര്യം ഓർമ്മിക്കുക ചെയ്ത് സാം 19 എടുക്കുമ്പോൾ ആ ദൈവവചനത്തിന്റെ ഗ്രേറ്റ്നെസ്സിനെ കുറിച്ച് ഇമ്മീഡിയറ്റ്ലി എൻ്റെ ഹൃദയത്തിൽ വന്ന ഒരു കാര്യം ഒന്ന് ജസ്റ്റ് ചിന്തിക്കാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് സമയം എടുക്കുന്നില്ല. സാം 19 അതിൻ്റെ 7 തുടങ്ങി വായിക്കുമ്പോൾ, കർത്താവിൻ്റെ നിയമം തികവുറ്റത്, അത് ആത്മാവിനെ പുനരുജ്ജീവിപ്പിക്കുന്നു. കർത്താവിൻ്റെ സാക്ഷ്യം സുനിശ്ചിതം, അത് സരള ഹൃദയരെ വിജ്ഞാനികളാക്കുന്നു. കർത്താവിൻ്റെ ആജ്ഞകൾ ശരിയായവ, അവ ഹൃദയത്തെ ആഹ്ലാദിപ്പിക്കുന്നു. കർത്താവിൻ്റെ കൽപ്പന നിർമ്മലം, അത് കണ്ണുകൾക്ക് വെളിച്ചം നൽകുന്നു. കർത്താവിനോടുള്ള ഭയം ശുദ്ധം, അത് എന്നെന്നും നിലനിൽക്കുന്നു. കർത്താവിൻ്റെ അനുശാസനങ്ങൾ സത്യമായവ, തികച്ചും നീതിയുക്തം. സ്വർണത്തേക്കാൾ അഭികാമ്യമാണവ, ശുദ്ധിയേറിയ തങ്കത്തെക്കാളും തേനിനേക്കാൾ തേനടയിൽ നിന്ന് പൊഴിയുന്ന തുള്ളികളേക്കാൾ മധുരതരമാണവ. അതിലുപരി അവ നിന്റെ ദാസന് താക്കീതാണ്, അവയെ അനുസരിക്കുന്നതിൽ വലിയ പ്രതിഫലമുണ്ട്. ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് ഇംഗ്ലീഷിൽ 19:7 ഒന്ന് വായിക്കാം. The law of the Lord is perfect, restoring the soul. The testimony of the Lord is sure, making wise the simple. The law of the Lord is perfect എന്നുള്ള വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത്. Law of the Lord is perfect, restoring the law of the Lord is perfect, converting the soul. ഇതില് അതിനകത്ത് restoring. We all need restoration. Actually നമ്മൾ ഡെയിലി ലൈഫിൽ എന്നും നമ്മൾ തളരും, വീഴും, അല്ലെങ്കിൽ ബലഹീനരാകും. സോ ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ ഇത് ആത്മാവിനെ പുനരുജ്ജീവിപ്പിക്കുന്നു. അതാ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്, ഇത് ആത്മാവിനെ പുനരുജ്ജീവിപ്പിക്കുന്നു. സോ ഇറ്റ് ഗീവ്സ് ലൈഫ്, വൈബ്രൻസി ആൻഡ് സ്ട്രെങ്ത് ടു അവർ സോൾ. ആത്മാവിനെ പുനരുജ്ജീവിപ്പിക്കുന്നു. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പഠനം അത് നമ്മുടെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കും. ആത്മാവിന് സന്തോഷം തരും. ആത്മാവിന് സന്തോഷം വരുമ്പോൾ നോർമലി ആത്മാവ് ജീവിക്കുന്ന ഫിസിക്കലും അത് മാറ്റം വരുത്തും. ആത്മാവിനെ പുനരുജ്ജീവിപ്പിക്കുന്നു. ദെൻ കർത്താവിൻ്റെ ആജ്ഞകൾ ശരിയായവ, അവ ഹൃദയത്തെ ആഹ്ലാദിപ്പിക്കുന്നു. അത് ഹൃദയത്തിന്, നോക്ക്, നമ്മുടെ ജീവിതത്തിലെല്ലാം വി ഓൾ ഡിസയർ ഹാപ്പിനെസ്. അത് ഹൃദയത്തെ ആഹ്ലാദിപ്പിക്കുന്നു. ദെൻ കർത്താവിൻ്റെ കൽപ്പന നിർമ്മലം, അത് കണ്ണുകൾക്ക് വെളിച്ചം നൽകുന്നു. ദി സ്പിരിച്വൽ ഐസ്, കണ്ണുകൾക്ക് വെളിച്ചം നൽകുന്നു. നമ്മൾ ഈ 2 കൊറിന്ത്യൻസിൽ വായിക്കുന്നത്, ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളുടെ കണ്ണുകളെ കുരുടാക്കിയിരിക്കയാൽ ക്രിസ്തുവിന്റെ സുവിശേഷ വെളിച്ചം കാണാൻ അവർക്ക് സാധിക്കുന്നില്ല. നമുക്ക് കണ്ണുകൾക്ക് വെളിച്ചം തരും. അല്ലെങ്കിൽ ഈ സ്പിരിച്വൽ വേൾഡിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ടുള്ള ഇൻസൈറ്റ് കിട്ടണമെങ്കിൽ ദൈവത്തിന്റെ വചനം പഠിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് ഈ 21ാം നൂറ്റാണ്ടിൽ ദർ ഈസ് നോ സ്റ്റഡി ഓഫ് ദി സ്ക്രിപ്ചർ. ഇതിനെക്കുറിച്ച് പ്രൊഫസ് ചെയ്തിട്ടുണ്ട്. ആമോസ് പറഞ്ഞിട്ടുണ്ട്, ഒരു കാലം വരുന്നു അന്ന് ദൈവവചനത്തിനുള്ള ക്ഷാമം. ഇത് നോക്ക്, ഇത് ദൈവത്തിന്റെ വചനത്തിന് ടോട്ടലി ക്ഷാമമാണ് ലോകത്തിൽ. കാരണം വാട്ട് എവർ വേർഡ് വി ആർ ഗെറ്റിംഗ് ഈസ് പൊള്യൂട്ടഡ്. അപ്പൊ ഇത് പറഞ്ഞേക്കുന്നത് അത് കർത്താവിനോടുള്ള ഭയം ശുദ്ധം, അത് എന്നെന്ന് നിലനിൽക്കുന്നു. കർത്താവിൻ്റെ അനുശാസനങ്ങൾ സത്യമായവ, തികച്ചും നീതിയുക്തം. സ്വർണത്തേക്കാൾ അഭികാമ്യമാണവ, ശുദ്ധിയേറിയ തങ്കത്തെക്കാളും തേനിനേക്കാൾ തേനടയിൽ നിന്ന് പൊഴിയുന്ന തുള്ളികളേക്കാൾ മധുരതരമാണവ. 19:10 ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, മോർ ടു ബി ഡിസൈർഡ് ആർ ദേ ദാൻ ഗോൾഡ്, than much fine gold, sweeter also than honey and the honeycomb. So ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് ഇൻട്രോസ്പെക്ട് ചെയ്യണം. വെദർ ഇറ്റ് ഈസ് സ്വീറ്റർ മോർ ദാൻ ഹണി ഓർ honeycomb. എന്നിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇറ്റ് ഈസ് മോർ ടു ബി ഡിസൈർഡ് ദാൻ ഗോൾഡ്, വെദർ വി ഡിസയർ ഇറ്റ് മോർ ദാൻ ദാറ്റ് ഓഫ് ദി ഗോൾഡ്. ഇതെല്ലാം ഇതിനെ ഡിപ്പെൻഡ് ചെയ്താൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതം അല്ലെങ്കിൽ സ്പിരിച്വൽ ലൈഫ് മുമ്പോട്ട് പോകുന്നത്. ഇത് നമ്മൾ ഗോൾഡ് അല്ലെങ്കിൽ വെൽത്ത്, ലോകത്തിലെ വെൽത്ത്, ലോകത്തിൽ അറ്റൈൻ ചെയ്യുന്ന കാര്യങ്ങളെക്കാൾ
ഒരു കമ്പാരിസനാണ്. ലോകത്തിൽ എനി അച്ചീവ്മെന്റിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ സ്പിരിച്വൽ ലൈഫിനെ ഡിസയർ ചെയ്യുന്നു, അവർക്കുള്ളതാണ് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കിട്ടുന്ന ബ്ലെസ്സിങ്സ്. ദെൻ 11ാം സെന്റൻസിൽ പറയുന്നു, മോറോവർ ബൈ ദം യുവർ സെർവന്റ് ഈസ് വാൺഡ്. ഇത് ഇരുതല വായ്ത്തലയുള്ള, രണ്ടു വശത്തേക്കും വായ്ത്തലയുള്ള വാളാണ്. ഇത് പറയുന്ന ആളെയും ഇത് വെട്ടുന്നു, കേൾക്കുന്നവരെയും വെട്ടുന്നു. അപ്പൊ ഇത് ഇറ്റ്സ് എ വാണിംഗ്. നമ്മൾ ദൈവത്തിന്റെ വചനം മെനി ടൈംസ് നമുക്ക് വാണിംഗ് തരാതെ ദൈവം നമ്മളെ ഒരു ബെറ്റർ എക്സ്പീരിയൻസിലേക്കും കടത്തി വിടത്തില്ല. അപ്പൊ ഇത് ഓൾവേസ് ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം ഇറ്റ്സ് എ വാണിംഗ്. മീൻസ് പിന്നീട് ഒരു പാപത്തിനുള്ള ടെംപ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു പാപത്തിനുള്ള പ്രലോഭനമുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇത് ഇമ്മീഡിയറ്റ്ലി നമ്മുടെ ഉള്ളിലൂടെ കടത്തിവിടും ആസ് എ വാണിംഗ്. കാരണം ദൈവത്തിന്റെ വചനം എപ്പോഴും ഇറ്റ്സ് എ വാണിംഗ്. Moreover, by them your servant is warned, and in keeping them there is great reward. അതാണ് നമ്മൾ ഫൈനലി ചിന്തിക്കുന്നത്. അത് ഇൻ കീപ്പിംഗ് ദം there is great reward. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത റിവാർഡ്. അല്ലെ മനുഷ്യ ജീവിതത്തെ ഐശ്വര്യമാക്കുന്നത് ദൈവത്തിന്റെ അനുഗ്രഹം. ദൈവത്തിന്റെ അനുഗ്രഹം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ദി ഒബീഡിയൻസ് ടു ദി വേർഡ് ഓഫ് ദി ലോർഡ്. അതിന്റെ 19:11 മലയാളത്തിൽ ഇങ്ങനെ, അതിലുപരി അവ നിന്റെ ദാസന് താക്കീതാണ്, അവയെ അനുസരിക്കുന്നതിൽ വലിയ പ്രതിഫലമുണ്ട്. One thing I can assure you, if you are obedient to the word of God, ദൈവത്തിന്റെ വചനം ശ്രദ്ധയോടെ കേട്ട് അനുസരിച്ചാൽ അത് ജീവിതത്തിന് ഐശ്വര്യവും ആരോഗ്യവും എല്ലാ രീതിയിലും ഒരു whatever is lost in the garden of Eden, it will be regained. അല്ലെങ്കിൽ lost paradise we will get back through obedience to the word of the Lord. ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുന്നതിൽ വലിയ പ്രതിഫലമുണ്ട്. ഇറ്റ്സ് എ വാണിംഗ്. ജസ്റ്റ് ഐ വാണ്ട് ടു റിമൈൻഡ് അഗെയിൻ, നമ്മൾ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഇതിനു മുമ്പ് സംഭവിച്ച കാര്യങ്ങളിൽ നമുക്ക് വന്ന വീഴ്ചകൾ, അത് വാണിംഗ് അല്ല, ഇറ്റ് ഈസ് എ ടൈം ടു റിപ്പന്റ് ആൻഡ് റീഇൻസ്റ്റേറ്റ്. അല്ലെങ്കിൽ നമ്മൾ ആദ്യം വായിച്ച പോലെ അത് റീസ്റ്റോർ ചെയ്യും. റീസ്റ്റോറേഷൻ ഈസ് സെയിം ആസ് കൺവേർഷൻ. നമ്മുടെ ജീവിതത്തിൽ കൺവേർഷൻ വരും, റീസ്റ്റോർ ചെയ്യണം ഇത്. ആൻഡ് അഗെയിൻ ഈ ദൈവത്തിന്റെ വചനം ഒരു വാണിംഗ് ആണെന്നുള്ളത് അഗെയിൻ ഐ വാണ്ട് ടു റിമൈൻഡ്. ഇഫ് യു ആർ ഗോയിങ് ടു ജെറമിയ 6:8 എടുക്കുമ്പോൾ, അതായത് വാണിങ്ങിനെ നമുക്ക് മെനി ടൈംസ് എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും വാണിങ്സിനെ വിൽഫുൾ അല്ലാതെ നെഗ്ലക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ പല കൺസീക്വൻസ് സഫർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ട്രൂ ഫോർ എവരിബഡി. അതിൻ്റെ 6:8 സെന്റൻസ് വായിക്കുമ്പോൾ ജെറമിയ 6:8 നമ്മളിങ്ങനെ വായിക്കുന്ന, ജെറുസലേമേ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വി ആർ ഓൾ സിംബോളിക് ഓർ സ്റ്റാൻഡിങ് ഇൻ ദി പ്ലേസ് ഓഫ് ജെറുസലേം, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട അല്ലെ ദൈവമക്കളുടെ നിഴല. ജെറുസലേമേ മുന്നറിയിപ്പ് ചെവിക്കൊള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ നിനക്ക് അന്യനായിത്തീരും. ഞാൻ നിന്നെ ഒരു പാഴിടമാക്കും, ഒരു നിർജ്ജന ദേശം. സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു. ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം. Be warned, O Jerusalem, or I shall be alienated from you, and make you a desolation, a land not inhabited. Yeah, it's a very serious thing. അപ്പോൾ ദൈവത്തിന്റെ വചനം നമുക്കൊരു കാര്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മളോട് സംസാരിക്കുമ്പോൾ ഇറ്റ്സ് എ വാണിംഗ്. നമ്മുടെ ജീവിതത്തിലെ കറക്ഷൻസ് ആണല്ലോ ദൈവത്തിന്റെ വചനം മുഖാന്തരമായിട്ട് നടക്കേണ്ടതാണ്. നമ്മൾ വായിക്കുന്നുണ്ട്, എഫേഷ്യൻസ് 5 വായിക്കുന്നുണ്ട്, വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ നമ്മെ കഴുകി വിശുദ്ധീകരിച്ച് കറ, വാട്ടം, ചുളുക്കം, മാലിന്യമൊന്നും ഇല്ലാത്തൊരു മണവാട്ടിയായിട്ട് കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ 6:8 ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, ബി ഇൻസ്ട്രക്റ്റഡ് ഓ ജെറുസലേം. അതിനകത്ത് NASB വാണ്ട്, അല്ലെങ്കിൽ ഇതിനകത്ത് മുന്നറിയിപ്പ്. അപ്പൊ മുന്നറിയിപ്പ്, ബി ഇൻസ്ട്രക്റ്റഡ് ഓർ ബി വാണ്ട് ഓ ജെറുസലേം എന്ന് പറയുന്നത് നമ്മളാണ്. ലെസ്റ്റ്, അല്ലെങ്കിൽ my soul depart from you. No, how serious it is. See, ദൈവം തരുന്ന വാണിങ്ങിൽ നിന്ന് നമ്മൾ ലെസൺസ് ലേൺ ചെയ്ത് നമ്മുടെ വഴികളെ നമ്മൾ തിരുത്തുന്നില്ലെങ്കിൽ the consequence is very serious. Lest I make you desolate, lest my soul depart from you, lest I make you desolate, a land not inhabited. See, നമ്മുടെ ജീവിതത്തിൽ അപ്പൊ നമ്മൾ ദൈവത്തിന്റെ വചനം നമ്മൾ Psalm 19 വായിച്ചു, ഇറ്റ്സ് എ വാണിംഗ്. ഇത് നമുക്ക് വാണിംഗ് തരുന്നു. ഈ ജെറമിയ 6:8 നമ്മൾ വായിച്ചു, വാണിങ്ങിന് നമ്മൾ കൊള്ളുന്നില്ല എങ്കിൽ ഐ വിൽ ലീവ് യു.
ഞാൻ നിനക്ക് അന്യനായിത്തീരും, അല്ലെങ്കിൽ ഞാൻ നിനക്ക് ഒന്നും അല്ലാതായിത്തീരും. കാരണം ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ വചനത്തിന്റെ ശബ്ദം ചെവിക്കൊണ്ട് നമ്മുടെ വഴികളെ തിരുത്തി നാൾക്ക് നാൾ നമ്മളെ ശുദ്ധീകരിച്ച് ഓരോ ദിവസം കഴിയുന്തോറും നമ്മളെ തന്നെ വരാനിരിക്കുന്ന മണവാളനെ സ്വീകരിക്കാൻ യോഗ്യരാക്കിക്കൊണ്ടിരിക്കുക. വാണിങ്ങിനെ കുറിച്ച് അഗെയിൻ ദൈവത്തിന്റെ വാണിങ്സിനെ കുറിച്ച് ജോബ് 33:14 ദൈവം ഒരു തവണയോ 2 തവണയോ അരുൾ ചെയ്യുന്നു, എന്നാൽ മനുഷ്യൻ അത് മനസ്സിലാക്കുന്നില്ല. മനുഷ്യൻ ഗാഢനിദ്രയിലായിരിക്കുമ്പോൾ, കിടക്കയിൽ മയങ്ങുമ്പോൾ, ഒരു സ്വപ്നത്തിൽ, ഒരു നിശാദർശനത്തിൽ ദൈവം അവരുടെ കാത് തുറന്ന് മുന്നറിയിപ്പുകൾ കൊണ്ട് അവരെ ഭയചകിതരാക്കുന്നു. 16 ഇംഗ്ലീഷ് വായിക്കുമ്പോൾ 33:16 ജോബ്. Then he opens the ears of men and seals their instruction, that he may turn aside from his conduct and keep man from pride. അതെ, അവരുടെ കാത് തുറന്ന് മുന്നറിയിപ്പുകൾ കൊണ്ട് ഭയചകിതരാക്കുന്നു. മീൻസ് ദൈവത്തിന്റെ വചനം ഗോഡ് ഈസ് യൂസിങ് ഇറ്റ് ടു ഗീവ് അഡ്വാൻസ് വാണിംഗ്. സി, നമുക്ക് ഒരു മാസം കഴിഞ്ഞ് വരാനിരിക്കുന്നതിനെ കുറിച്ച് വി ഡു നോട്ട് നോ, അറ്റ് ദി സെയിം ടൈം ഗോഡ് ഈസ് നോയിങ്. അതുകൊണ്ടാണ് അഡ്വാൻസ് വാണിംഗ്. നമ്മൾ ഇന്ന് കേൾക്കുന്ന ഒരു കാര്യം ചിലപ്പോൾ നെക്സ്റ്റ് വീക്ക് ആയിരിക്കും നമുക്ക് അതിന്റെ യൂസ് വരുന്നത്. ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി ഓഫ് യൂസ്. കാരണം ദൈവത്തിന്റെ വചനം അത് നമ്മുടെ പാദങ്ങൾക്കൊരു ദീപമാണ്. അത് വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അത് മുന്നറിയിപ്പ് തരും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ന്യൂ ടെസ്റ്റാമെന്റ് മിനിസ്ട്രി എഴുതിയിരിക്കുന്നിടത്ത് ജോൺ 16:13 വായിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, however when he, the Holy Spirit, the Spirit of truth has come, he will guide you into all the truth, for he will not speak of his own authority, but whatever he hears he will speak, and he will tell you the things to come. മലയാളം ഒന്ന് വായിക്കാം. സത്യാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ എല്ലാ സത്യത്തിലേക്ക് നയിക്കും. സ്വന്തം അധികാരത്തിൽ ഒന്നും അവൻ പറയുകയില്ല, എന്നാൽ താൻ കേൾക്കുന്നതെന്തും അവൻ പറയും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ, ദാറ്റ് ഈസ് ന്യൂ ടെസ്റ്റമെന്റ് പ്രൊഫസി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന കാര്യം മറ്റൊരാളല്ല പറയുന്നത് നമ്മളോട്. ദൈവത്തിന്റെ വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളോട് പറയും. അത് ഹൗ? ഇറ്റ് ഈസ് ത്രൂ അഡ്വാൻസ് വാണിംഗ് വെൻ വി ആർ ഹിയറിംഗ് ദി സ്ക്രിപ്ചർ. ഇന്ന് നമ്മൾ കേൾക്കുമ്പോഴും ഡെഫിനറ്റ്ലി എവറി ഡേ, അത് പ്രത്യേകിച്ച് പറയുന്ന ആളുടെ കഴിവോ ഇതൊന്നും അല്ല. സോ ദൈവത്തിന്റെ വചനം പ്രൊഫറ്റിക് ആയിട്ട് സംസാരിക്കും. അതുകൊണ്ടാണ് തെസലോണിയൻസിൽ 1 Thessalonians 5 പറഞ്ഞേക്കുവാണ് ദൈവത്തിന്റെ എന്താ പറഞ്ഞേക്കുന്നത്, ദൈവത്തിന്റെ വചനത്തെ തുച്ഛീകരിക്കരുതെന്നല്ല, പ്രവചനത്തെ തുച്ഛീകരിക്കരുത്. ദാറ്റ് മീൻസ് ദി പ്രവചനം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നത്തിങ് ബട്ട് ദി ഹിയറിംഗ് ഓഫ് ദി സ്ക്രിപ്ചർ, അല്ലെ ദൈവത്തിന്റെ വചനം. 1 Thessalonians 5 എന്ന് വായിക്കും. പ്രവചനത്തെ നിന്ദിക്കരുത്, എല്ലാം പരിശോധിക്കുക, നന്മയെ മുറുകെ പിടിക്കുക. അതെ, അപ്പൊ പ്രവചനത്തെ 1 Thessalonians 5:20 പ്രവചനത്തെ നിന്ദിക്കരുത്. അത് ഇംഗ്ലീഷ് വായിക്കാം. Do not despise prophetic utterances. അതെ, ഡു നോട്ട് ഡിസ്പൈസ് പ്രൊഫറ്റിക് അട്ടറൻസ്. അപ്പൊ ആൾക്കാർ പറയാറുണ്ട്, ഇത് ആരെങ്കിലും എന്തെങ്കിലും പ്രവചനം, പ്രൊഫറ്റിക് അട്ടറൻസ് ഈസ് നത്തിങ് ബട്ട് ദി ഹിയറിംഗ് ദി സ്ക്രിപ്ചർ. വേറൊരാൾ നമ്മളോട് ദൈവത്തിന്റെ വചനം പറയുന്നു, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നമ്മൾ തന്നെ ദൈവത്തിന്റെ വചനം വായിക്കുന്നു, അല്ലെങ്കിൽ വി ആർ ഹിയറിംഗ് ഫ്രം സം അതർ പീപ്പിൾ. എവിടെന്നോ ആകട്ടെ, പ്രവചനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം. ദി ന്യൂ ടെസ്റ്റാമെന്റിൽ നമുക്കറിയാം 1 Corinthians 14 വായിക്കുന്നുണ്ട്, പ്രവചിക്കുന്നവൻ മനുഷ്യന്റെ സമാശ്വാസത്തിന്, പ്രോത്സാഹനത്തിന്, എൻകറേജ്മെന്റിനായിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നതാണ് ന്യൂ ടെസ്റ്റാമെന്റിലെ പ്രൊഫസി. ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ് വിത്ത് അഗാബാസിന്റെ മിനിസ്ട്രി. സി, ആക്ട്സ് ഓഫ് ദി അപ്പസ്റ്റോൾസ് ഇസ് എ ട്രാൻസിഷൻ ഫ്രം ഓൾഡ് ടെസ്റ്റാമെന്റ് ടു ദി ന്യൂ ടെസ്റ്റാമെന്റ്. അഗാബാസ് ഫ്യൂച്ചറിനെ കുറിച്ച് പ്രവചിക്കുന്നുണ്ട്, ബട്ട് സി അത് ട്രാൻസിഷനാണ്. എന്നാൽ ന്യൂ ടെസ്റ്റാമെന്റിൽ സഭയ്ക്ക് ലെറ്റർ എഴുതിയപ്പോൾ അപ്പോസ്തലനായ പൗലോസ് എഴുതി, ദിസ് ഈസ് വാട്ട് ഈസ് പ്രൊഫസി. പ്രൊഫസി, പ്രവചിക്കുന്നവൻ മനുഷ്യരുടെ എൻകറേജ്മെന്റ്, എഡിഫിക്കേഷൻ, എൻകറേജ്മെന്റ് ആൻഡ് 1 Corinthians 14:3
ഫസ്റ്റ് കൊറിന്ത്യൻസ് 14:3 അപ്പോൾ നമ്മൾ whenever we are thinking the scripture, word of God, അത് യൂദായുടെ ലേഖനത്തിൽ നിന്ന് ചിന്തിച്ചാലും പത്രോസിന്റെ ലേഖനത്തിൽ നിന്ന് ചിന്തിച്ചാലും ഗോസ്പൽ വായിച്ചാലും ഇതിന്റെ പർപ്പസുകളാണ്. ഇത് ആത്മാവിനെ റീസ്റ്റോർ ചെയ്യും, നമുക്കൊരു പുതിയ ജീവൻ നൽകും, നമുക്ക് സന്തോഷം ഉണ്ടാക്കും ജീവിതത്തിന്. ഇത് വാണിംഗ് തരും. ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുന്നതിൽ വലിയ പ്രതിഫലമുണ്ട്. ഫസ്റ്റ് കൊറിന്ത്യൻസ് 14:3 നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, പ്രവചിക്കുന്നവൻ മനുഷ്യരോട് അവരുടെ വളർച്ചയ്ക്ക്, പ്രോത്സാഹനത്തിന്, സമാശ്വാസത്തിനുമായി സംസാരിക്കുന്നു. എന്ത് സംസാരിക്കുന്നു? ദൈവത്തിന്റെ വചനം. അതുകൊണ്ട് പത്രോസ് എഴുതി, ആരെങ്കിലും സംസാരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാടുകൾ നൽകുന്നവനെ പോലെ സംസാരിക്കട്ടെ. നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമുക്ക് പ്രോത്സാഹനം കിട്ടും, എൻകറേജ്മെന്റ് കിട്ടും. ദെൻ എന്ത് ചെയ്യും? വളർച്ച. 14:3 എന്ന് ഇംഗ്ലീഷോട് വായിക്കാം. But one who prophesies speaks to men for edification and exhortation and consolation and building up. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് ഒരു മുഖവരിയായിട്ട് പറഞ്ഞതാണ്. ദെൻ ഇതിനെ വൺ തിങ് ഐ വാണ്ട് ടു റിമൈൻഡ് അഗെയിൻ, ഇതിനെ അനുസരിക്കുന്നതിൽ വലിയ പ്രതിഫലമുണ്ട്. ഇത് നമ്മുടെ നഷ്ടപ്പെട്ട എല്ലാത്തിനെയും മടക്കിത്തരും, നമ്മുടെ ജീവിതത്തെ പ്രത്യാശയുള്ളതാക്കും. ആൻഡ് വൺ ഹു ട്രസ്റ്റ് ഇൻ ദി ലോർഡ്, കർത്താവിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വാഗ്ദത്തങ്ങളെ, കർത്താവിന്റെ വചനങ്ങളെ അനുസരിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നതാണ്. വൺ ഹു പുട്സ് ഹിസ് ട്രസ്റ്റ് ഇൻ ദി ലോർഡ് puts his trust in the Lord is same as puts his trust in the word. He will never be put to shame. കർത്താവിൽ ആശ്രയം വയ്ക്കുന്നവർക്ക് സമാശ്വാസമുണ്ട്. സഭാപ്രസംഗി പറയുന്ന പോലെ ദൈവത്തെ ഭയപ്പെടുന്നവന്, അവർ ദൈവത്തെ ഭയപ്പെടുന്നു എന്നുള്ള ഒറ്റ മെറിറ്റും ഉണ്ട്, നന്മ വരും നിശ്ചയം. നമ്മുടെ ജീവിതത്തിൽ കമ്മിങ് ബാക്ക് ടു യൂദായുടെ ലേഖനത്തിൽ വരുമ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് കള്ളപ്രവാചകന്മാര്, അല്ലെങ്കിൽ അന്ത്യകാലത്ത് കള്ളപ്രവാചകന്മാരെ കുറിച്ച് കർത്താവ് വാൺ ചെയ്തിട്ടുണ്ട്, പത്രോസ് വാൺ ചെയ്തിട്ടുണ്ട്, പൗലോസ് വാൺ ചെയ്തിട്ടുണ്ട്. സോ നമ്മളെ സംബന്ധിച്ച് ഈ കള്ളപ്രവാചകന്മാർ they are under 3 main heads. ഒന്ന് കായൻ, കോറഹ് ആൻഡ് ബിലിയാം. നമ്മളിത് ചിന്തിച്ചുകൊണ്ടിരുന്നത്, ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. കായന്റെ വീഴ്ചയും എന്തുകൊണ്ടാണ് കായന്റെ ഫെയിലിയർ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇന്ന് ചിന്തിക്കുമ്പോൾ കായന്റെ പാപം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ആത്മീയ അഭിവൃദ്ധിയിൽ അസൂയ, അല്ലെങ്കിൽ എനിക്ക് കിട്ടാത്ത വേറൊരാൾക്ക് കിട്ടുമ്പോൾ ഉള്ള ദുഃഖം. ഇവിടെ കായൻ്റെത് സ്പിരിച്വലി ആയിരുന്നു, ബട്ട് ഇൻ എനിത്തിങ്. കാരണം സ്പിരിച്വൽ ബ്ലെസ്സിങ് വിൽ ഓൾവേസ് ലീഡ് ടു ഫിസിക്കൽ ബ്ലെസ്സിങ്, നോ ഡൗട്ട്. കർത്താവിൻ്റെ അനുഗ്രഹം ഐശ്വര്യം ഉണ്ടാക്കും എല്ലാ രീതിയിലും. മൾട്ടി ഫേസറ്റഡ് ആണ് ദൈവത്തിൻ്റെ അനുഗ്രഹം. നമ്മൾ കൊളോസ്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ഇത് ലോകം എമ്പാടും സത്ഫലങ്ങൾ ഉളവാക്കി പ്രചരിച്ചു വരുന്നവർ ഇന്നും പ്രചരിച്ചു വരുന്നു. അപ്പം കായൻ്റെ ജനറലി സ്പീക്കിംഗ് അതാണ്. ദെൻ കോറഹിൻ്റെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ചു. കോറഹിൻ്റെതിൽ ഇൻ എ നട്ട്ഷെൽ, അതായത് നമ്മളെ ദൈവം ഏൽപ്പിക്കാത്ത ജോലി ചെയ്യാനുള്ള അറ്റംപ്റ്റ്. കാരണം ദൈവം ഏൽപ്പിച്ച ജോലി, അത് ഏൽപ്പിച്ച ജോലിയായിരുന്നു. കാരണം മനുഷ്യന്റെ ശരീരത്തിൽ ഓരോ അവയവങ്ങൾക്കും ഫങ്ഷൻ, ഉത്തരവാദിത്വം ഉള്ളതുപോലെ അത് ഒരവയവം മറ്റൊരവയവത്തെക്കാൾ വലുതല്ല, ഇമ്പോർട്ടൻ്റ് അല്ല. സെയിം വേ ഓരോരുത്തർക്കും സഭയിൽ അല്ലെ ദൈവത്തിന്റെ സഭയിൽ ഒരേ ജോലി ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ജോലി, അവനവന്റെ ജോലി അവനവൻ ചെയ്തില്ല എങ്കിൽ അത് ശരീരത്തെ നശിപ്പിക്കുന്നത് പോലെ തന്നെ കോറഹിന്റെ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം, നമ്മുടെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ജോലി എന്ത് എന്ന്. അതുകൊണ്ട് പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും സുനിശ്ചിതമാക്കുക. ഐ ഷുഡ് നോ മൈ കോളിങ്. നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ കോളിങ് അറിഞ്ഞ് ആ ജോലി ചെയ്യുമ്പോൾ ശരീരം ബ്യൂട്ടിഫുൾ ആയിട്ട് ബിൽട്ടപ്പ് ആവും. അതാണ് കോറഹിന്റെ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്. അത് നമ്മൾ വായിച്ചു. ഇത് വരും തലമുറകൾക്ക് കോറഹിനുണ്ടായ അബദ്ധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ദൈവത്തിന്റെ വചനത്തിൽ ലോട്ട് ഓഫ് വാർണിങ്സ് അവരെ പിച്ചിൽ അടിച്ചു വരുത്തി അവിടെ കവറിങ് ഉണ്ടാക്കി കൂടെ ഓൾട്ടറിന്. പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നത് ഉസിയ ആ വാർണിംഗ് ഏറ്റെടുത്തില്ല. ദെൻ ശൗല് തെറ്റിച്ചു, യെറോബയാം തെറ്റിച്ചു. ദെൻ ഈ ത്രൂ ഔട്ട് ദി ഹിസ്റ്ററി എടുത്താൽ, നമുക്ക് ചർച്ചകൾ എടുത്താൽ, ചില ശുശ്രൂഷകൾക്ക് ആൾക്കാർക്ക് പ്രത്യേക താല്പര്യം. ഇപ്പോൾ ഗിഫ്റ്റ്സ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് എടുത്താലും നോക്ക്, ആകെ അറിയപ്പെടുന്ന ഒരു ഗിഫ്റ്റ് ഉള്ളൂ, ഭാഷാപരം മാത്രമേ സംസാരിക്കപ്പെടുന്നുള്ളൂ. സെയിം വേ കോറഹിന്റെ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി,
എനിക്ക് ചുറ്റും ദൈവം ഒരു വട്ടം വരച്ചിട്ടുണ്ട്, സ്പിരിച്വലി, ഫിസിക്കലി, എല്ലാ രീതിയിലും. അപ്പൊ ആ ഉത്തരവാദിത്വം നമ്മൾ ചെയ്താൽ കർത്താവിന്റെ മുമ്പിൽ, ന്യായാസനത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് ഇത് കേൾക്കാൻ പറ്റും. നല്ലവനും വിശ്വസ്തനുമായിട്ടുള്ള ഭൃത്യ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, അതുകൊണ്ട് അധികത്തിൽ നിന്നെ നിയമിച്ചാക്കും. അപ്പൊ ഇതില് കോറഹിന്റെ അതിൽ നിന്ന് പഠിക്കുന്ന ഒരു സെന്റൻസ് എഫേസ്യ ലേഖനത്തിൽ നിന്ന് നമ്മൾ പഠിക്കുമ്പോൾ, എഫേഷ്യൻസ് ചാപ്റ്റർ 4 വൺ വേർഡ് ഐ വാണ്ട് ടു റിമൈൻഡ്, ദെൻ കോറഹിൻ്റെത് കംപ്ലീറ്റ് ചെയ്ത് വി ആർ ഗോയിങ് ടു ബെലിയാം. എഫേഷ്യൻസ് 4 ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, അതായത് സഭയിൽ ദൈവം ഡിഫറെന്റ് മിനിസ്ട്രീസ് തന്നിട്ടുണ്ട്, അപ്പസ്തോലന്മാര്, പ്രവാചകന്മാര്, സുവിശേഷം, ഇങ്ങനെ നമ്മൾ വായിക്കുന്നത് എഫേഷ്യൻസ് 4. അതായത് അവൻ ചിലർക്ക് അപ്പസ്തോലന്മാരാകാനും, ഫോർവേഴ്സിൽ തുടങ്ങി, ചിലർക്ക് പ്രവാചകരാകാനും, ചിലർക്ക് സുവിശേഷ പ്രഘോഷകരാകാനും, ചിലർക്ക് ഇടയന്മാരാകാനും, ചിലർക്ക് അധ്യാപകരാകാനും വരങ്ങൾ നൽകി. ഈ വരങ്ങൾ ഗിഫ്റ്റ്, ഇതെല്ലാം ഗിഫ്റ്റുകൾ നൽകിയിരിക്കുന്നതാണ്. ദെൻ ഇവിടെ ഗിഫ്റ്റ് നൽകിയിട്ടുണ്ട്. ദെൻ 1 Corinthians 12 പരിശുദ്ധാത്മാവ് നൽകുന്ന 9 ഗിഫ്റ്റ്. ദെൻ റോമൻസ് 12 അനദർ സെറ്റ് ഓഫ് ഗിഫ്റ്റ്. അപ്പോൾ എവരിബഡി ഈസ് ഗിഫ്റ്റ്. എന്നാൽ ഈ ഗിഫ്റ്റുകൾക്കെല്ലാം ഒരേ പർപ്പസാണ്. എന്തിനു വേണ്ടിയാ? ക്രിസ്തുവിന്റെ ശരീരം കെട്ടിപ്പടുക്കുക എന്ന ശുശ്രൂഷയ്ക്ക് വിശുദ്ധരെ ഒരുക്കാനായിരുന്നു ഇത്. അപ്പൊ ഇതില് ഐ ഹാവ് എ റോൾ ടു പ്ലേ ടു ബിൽഡ് അപ്പ് ദി ചർച്ച്. ഓരോരുത്തർക്കും ഉണ്ട് ഒരു റോള്. ഈ റോള് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ നഷ്ടക്കാരാകും, സഭയും നഷ്ടക്കാരാകും. കർത്താവിന്റെ സഭയെ കെട്ടിപ്പടുക്കുക എന്ന ജോലി. എന്നിട്ട് അടിയിലോട്ട് വായിച്ചു വരുമ്പോൾ 15 സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തുവിലേക്ക് എല്ലാ വിധത്തിലും നാം വളരണം. അവനാണ് ശിരസ്, ശരീരം മുഴുവൻ അവനെ ആശ്രയിക്കുന്നു. അനവധി സന്ധിബന്ധങ്ങളോട് കൂടിയ വിവിധ അവയവങ്ങളുള്ള ശരീരം. ഓർത്തിരിക്കാൻ, നമ്മൾ ഓരോരുത്തരും ഓരോ അവയവങ്ങളാണ്. വിവിധ അവയവങ്ങളുള്ള ശരീരം. ഓരോ അവയവവും അതതിൻ്റെ ജോലി ചെയ്യുമ്പോൾ വളർന്ന് സ്നേഹത്തിൽ പടുത്തുയർത്തപ്പെടുന്നു. നമ്മളെ സംബന്ധിച്ച് കോറഹിന്റെ ഇതിൽ നമ്മൾ പഠിക്കേണ്ട കാര്യം, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയിൽ ഞാൻ സ്പെഷ്യലിസ്റ്റ് ആയിരിക്കണം. അത് ഞാൻ ചെയ്യും. ഓരോരുത്തരും അവനവനെ ഏൽപ്പിച്ച ജോലി, ഓരോരുത്തർക്കും ഒരു ജോലിയുണ്ട്. അതാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം. ചിലപ്പോൾ മേ നോട്ട് ബി വിസിബിൾ ഫങ്ഷൻ ആയിരിക്കത്തില്ല. അപ്പൊ നമുക്ക് ലിവറിന്റെ ഫങ്ഷൻ വിസിബിൾ അല്ല, ബട്ട് ഇറ്റ്സ് ഡൂയിങ് ഗ്രേറ്റ് വർക്ക്. അല്ലെങ്കിൽ ഈ പുറമേ ഉള്ള അവയവങ്ങളെക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് അകമയുള്ള അവയവങ്ങൾ. അതുകൊണ്ട് എൻ്റെ ജോലി എന്താണെന്ന് റിവീൽഡ് അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ പ്രേ. കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ സഭയുടെ ഉത്തരവാദിത്വം ലോകത്തിൽ ചെയ്തു തീർക്കാനായിട്ട് ഓരോരുത്തരും പ്രാർത്ഥിക്കണം. സഭയുടെ ഉത്തരവാദിത്വം എന്താ? സഭയെ റെവലേഷനിൽ കമ്പയർ ചെയ്തേക്കുന്നത് ലാംപ് സ്റ്റാൻഡാണ്. ലാംപ് സ്റ്റാൻഡിന്റെ പർപ്പസ് എന്താ? ഗിവിങ് ലൈറ്റ്. അതായത് ഈ അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിൽ കർത്താവിന്റെ പ്രകാശം പരത്തുക എന്നുള്ള സഭയുടെ പർപ്പസ്. അപ്പൊ ഇതില് ഈ സഭയുടെ പർപ്പസ് ഫുൾഫിൽ ചെയ്യാനായിട്ട് പ്രാർത്ഥിക്കേണ്ട ഉത്തരവാദിത്തം എവരിബഡി ഈസ് ഹാവിങ് ദാറ്റ് റെസ്പോൺസിബിലിറ്റി. അപ്പൊ ഇതില് ഓരോ അവയവവും അതതിന്റെ ജോലി ചെയ്യുമ്പോൾ നമുക്ക് കോറഹിന്റെ ലഹളയിൽ നമ്മൾ കോറഹിന്റെ ലഹളയല്ല, കോറഹിന്റെ ഇതിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഉത്തരവാദിത്തം അല്ലാത്ത ഉത്തരവാദിത്തം നമ്മൾ ചെയ്യാനായിട്ട് അറ്റംപ്റ്റ് ചെയ്യരുത്. ദെൻ നമുക്ക് കർത്താവായ യേശു ക്രിസ്തു, ഈവൻ ദി ലോർഡ് വാസ് കോൺഷ്യസ് അബൌട്ട് ദി സർക്കിൾ അറൌണ്ട് ഹിം. ഇഫ് യു ആർ ഗോയിങ് ടു മാത്യു ചാപ്റ്റർ 15 നമുക്കറിയാൻ സംഭവം, ആ സീറോ ഫിനീഷ്യൻ സ്ത്രീയുടെ കുഞ്ഞിനെ സൗഖ്യമാക്കാനായിട്ട് വരുമ്പോൾ അതിൽ ആ ഒരു സെന്റൻസ് ഞാൻ വായിക്കുന്നുള്ളൂ. 23 യേശു ആകട്ടെ അവളോട് ഒരക്ഷരം പോലും പറഞ്ഞില്ല. അവന്റെ ശിഷ്യന്മാർ വന്ന് യാചിച്ചു പറഞ്ഞു, അവളെ പറഞ്ഞയക്കണമേ. അവൾ കരഞ്ഞുകൊണ്ട് നമ്മുടെ പിന്നാലെ വരുന്നു. അവൻ പറഞ്ഞു, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് എന്നെ അയച്ചിരിക്കുന്നത്. സോ ഹി വാസ് കോൺഷ്യസ് അബൌട്ട് ഈ സർക്കിൾ. ദെൻ കമ്മിങ് ടു ദി ലൈഫ് ഓഫ് പോൾ. കർത്താവിന്റെ കാര്യം, കർത്താവ് സ്പെഷ്യൽ മിഷനായിരുന്നു. കാരണം രക്ഷ യഹൂദരിൽ നിന്ന് വരണമെന്നുണ്ടായിരുന്നു. പൂർവ്വപിതാക്കന്മാർക്ക് ദൈവം കൊടുത്ത വാഗ്ദത്തം, അത് ദൈവത്തിന്റെ വിശ്വസ്തത കാണിക്കാനായിരുന്നു. ഇതെല്ലാം ശരിയാണ്. ദെൻ കമ്മിങ് ടു ദി ലൈഫ് ഓഫ് പോൾ, 2 Corinthians 10 എടുക്കുമ്പോൾ 2 Corinthians chapter 10 15 തുടങ്ങി വായിക്കുമ്പോൾ ഇത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമായിട്ട് എടുക്കുന്നത്. കാരണം ഇത് ലോകത്തിലെ നെഗ്ലക്റ്റഡ് ആണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിലെ സത്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല.
എന്ന് ഇവിടെ പോൾ പറയാം. 13 തുടങ്ങി, 10:13 തുടങ്ങി വായിക്കുമ്പോൾ, എന്നാൽ ഞങ്ങൾ പരിധി വിട്ട് ആത്മപ്രശംസ നടത്തുകയില്ല, ദൈവം നിശ്ചയിച്ച് തന്നിരിക്കുന്ന അതിർത്തി ഞങ്ങൾ പാലിക്കും. ഇന്നത്തെ സുവിശേഷകരെ എടുത്താൽ എവിടെയാണ് അവരുടെ അതിർത്തി? ഇറ്റ്സ് വർത്ത് തിങ്കിങ്. കാരണം നമ്മൾ ഈ ലോകത്തിൽ കാണുന്നതെല്ലാം ശരിയാന്ന് വിചാരിക്കരുത്. പലപ്പോഴും നോക്ക്, നമ്മളുമായിട്ട് ബന്ധപ്പെടാൻ ഒരു ഹാൻഡ്ഫുൾ ഓഫ് പീപ്പിളിനെ ദൈവം ഉദ്ദേശിക്കുന്നത്. അവരോട് നമ്മൾ എങ്ങനെ ചെയ്യുന്നു, അവരോടുള്ള ഡീലിങ്ങിൽ, അല്ലെ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയിൽ നമ്മൾ വിശ്വസ്തരാണെങ്കിൽ, വി ക്യാൻ ഹിയർ നല്ലവനും വിശ്വസ്തനുമായിട്ടുള്ള പ്രത്യ, നിന്നെ ഏൽപ്പിച്ചതിൽ നീ വിശ്വസ്തനായിരുന്നു, അതുകൊണ്ട് നീ അധികത്തിൽ നിന്നെ ഞാൻ ഫലമേൽപ്പിക്കും. 10 കോയിൻ അല്ല 5 കോയിൻ കൊടുത്ത ആൾ 5 കോയിനോടെ ഉണ്ടായിക്കൊണ്ടുവന്ന് പറഞ്ഞു, നീ അതുകൊണ്ട് നിന്നെ ഞാൻ കൂടുതൽ പട്ടണങ്ങൾക്ക് അധികാരിയാക്കും, അല്ലെങ്കിൽ നിന്നെ അധികാരിയാക്കും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇവിടെ പൗലോസ് പറയാണ്, ഞങ്ങൾ പരിധി വിട്ട് ആത്മപ്രശംസ നടത്തുകയില്ല, ദൈവം നിശ്ചയിച്ച് തന്നിരിക്കുന്ന അതിർത്തി ഞങ്ങൾ പാലിക്കും. നമ്മളെ സംബന്ധിച്ച് അറിയണം, ഈ ലോകത്തിലെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള സുവിശേഷകരെയൊക്കെ എടുത്താൽ, ഞാൻ ഈ റീസെന്റ് ഐ വാസ് ഹിയറിങ്, അതായത് ഒരു പ്രശസ്തനായിട്ടുള്ള സുവിശേഷൻ വേറൊരു രാജ്യത്ത് പോയി പ്രസംഗിക്കുന്ന അത് ഞാൻ ക്ലോസ്ലി ജസ്റ്റ് ഐ വാണ്ട് ടു ലേൺ. കാരണം ഇറ്റ് വാസ് എ വെരി ഗുഡ് പ്രീച്ചിങ്, നോ ഡൗട്ട്, വളരെ നല്ലൊരു പ്രീച്ചിങ്. ഒരു മോർ ദാൻ 1 year ആ പ്രസംഗം ഞാൻ കേട്ടപ്പോൾ നത്തിങ് സ്പെഷ്യൽ ഹീ പ്രീച്ച്ഡ്. ഇത് അവിടെയുള്ള ഒരു സാധാരണ വിശ്വാസിക്ക് പഠിപ്പിക്കാവുന്നതിൽ കവിഞ്ഞൊന്നുമില്ല. ഈ ദൈവത്തിന്റെ വചനം ജെനസിസ് ടു റെവലേഷൻ ഇറ്റ്സ് ഓപ്പൺ ഫോർ ഓൾ. അപ്പോൾ പലപ്പോഴും പല പ്രശസ്തരായിട്ടുള്ള സുവിശേഷകരെ പ്രസംഗത്തിന് വേണ്ടി വിളിക്കുന്നത് വലിയൊരു എമൗണ്ട് ചെലവാക്കിയും വലിയൊരു വേസ്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല, ഇതെല്ലാം ചെലവാക്കി കൊണ്ടുവരുന്നു, പ്രസംഗിക്കുന്നു. ഈ പ്രസംഗകർ എത്ര വലിയവരാണെങ്കിലും, ഫ്രം മൈ എക്സ്പീരിയൻസ് ഞാൻ നോട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം, വേറൊരു രാജ്യത്ത് പോയി സുവിശേഷം പറഞ്ഞു, അവിടെ പോയി പറഞ്ഞു, അല്ലെ 7 വൻകരയിൽ പറഞ്ഞു, അല്ലെ 84 രാജ്യത്ത് സുവിശേഷം പറഞ്ഞു, they are all getting excited. ബട്ട് പോൾ പറയാണ്, ഞങ്ങൾ പരിധി വിട്ട് ആത്മപ്രശംസ നടത്തുകയില്ല, ദൈവം നിശ്ചയിച്ച് തന്നിരിക്കുന്ന അതിർത്തി ഞങ്ങൾ പാലിക്കും, അതിൽ നിങ്ങളും ഉൾപ്പെടും. നിങ്ങളുടെ അടുക്കൽ എത്താതെ നിങ്ങളിലേക്ക് കൂടി ഞങ്ങൾ അതിർത്തി വ്യാപിപ്പിക്കുകയില്ല. ക്രിസ്തുവിന്റെ സുവിശേഷവുമായി ആദ്യം അവിടേക്ക് കടന്നു വന്നത് ഞങ്ങളാണ്. ഞങ്ങൾ അതിർത്തി കടന്ന് മറ്റുള്ളവരുടെ അധ്വാനത്തിൽ അഭിമാനിക്കുകയില്ല. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ പ്രവർത്തന മണ്ഡലവും വളരുകയാണ്. അപ്പോൾ നിങ്ങൾക്കപ്പുറമുള്ള ദേശങ്ങളിൽ ഞങ്ങൾക്ക് സുവിശേഷം പ്രസംഗിക്കാം. മറ്റൊരാളുടെ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് ആത്മപ്രശംസ നടത്തേണ്ട കാര്യം ഞങ്ങൾക്കില്ലല്ലോ. അപ്പൊ ദാറ്റ് ഈസ് ദി ബിബ്ലിക്കൽ മെത്തേഡ് ഓഫ് എൻലാർജിങ് ദി ബൗണ്ടറീസ്. അതായത് നമ്മുടെ കയ്യിൽ കിട്ടിയേക്കുന്ന, അല്ലെ നമ്മൾ പ്രവർത്തിക്കുന്ന മണ്ഡലത്തിലുള്ള ആൾക്കാരുടെ വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച് ദൈവമാണ് ഈ സർക്കിളിന്റെ ഡയമീറ്റർ കൂട്ടുന്നത്. അത് എഴുതിയേക്കുന്നത്, ഞങ്ങൾ അതിർത്തി കടന്ന് മറ്റുള്ളവരുടെ അധ്വാനത്തിൽ അഭിമാനിക്കുകയില്ല. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ഇടയിലെ ഞങ്ങളുടെ പ്രവർത്തന മണ്ഡലവും വളരുകയാണ്. ഇഫ് യു ആർ സിൻസിയർ, ഒരാൾ വന്ന്, അല്ലെങ്കിൽ പുറമേ നിന്ന് ഒരാൾ വന്ന് 3 ദിവസം നമ്മളോട് ദൈവവചനം പറഞ്ഞു, അതുകൊണ്ട് ഒരു ലൈഫ് ടൈമിനുള്ള ആത്മീയ വർധനവ് വരുമെന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം ദൈവത്തിന്റെ വചനം അനുദിനം, നമ്മൾ ഹെബ്രായത്തിലൊക്കെ വായിക്കുന്നുണ്ട്, ഇന്ന് എന്ന് പറയാവുന്ന ദിനങ്ങൾ ഉള്ളിടത്തോളം അനുദിനം പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്നത്. ദാറ്റ് ഈസ് ദി ബിബ്ലിക്കൽ മെത്തേഡ്. ഞാൻ പറഞ്ഞത് കോർഹിന്റെ ഇതിൽ നമ്മൾ പഠിക്കേണ്ട ഒരു ലെസൺ എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെയുള്ള ഇതൊന്നും അല്ല നമ്മളെ സ്പിരിച്വലി എഡിഫൈ ചെയ്യുന്നത്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന സർക്കിളിനെ കുറിച്ച് നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം. ദൈവം നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തത്തെ കുറിച്ച് നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം. ഒരു കാര്യം കൂടി ഐ വാണ്ട് ടു റിമൈൻഡ്. ന്യൂ ടെസ്റ്റമെന്റിൽ ഓരോ വിശ്വാസിയും ഹി മസ്റ്റ് ബി അറ്റാച്ച്ഡ് ടു എ ചർച്ച്. അപ്പൊ ഈ ചർച്ചിൽ നമ്മൾ ഏത് ചർച്ചിൽ പോയാലും നോക്ക്, ആൾക്കാരുടെ കഴിവും പാണ്ഡിത്യവും നോക്കിയിട്ടല്ല. നമ്മൾ ഈ ജെറമിയയിൽ വായിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇണങ്ങുന്ന ഇടയന്മാരെ ഞാൻ നൽകും. നമ്മൾ പോകുന്ന ചർച്ച്, അതിൽ നമുക്ക് ആവശ്യമുള്ള മെസ്സേജ് കിട്ടിയിരിക്കും. When you are going outside in search of food, that again is കോർഹി എന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കുള്ള ഭക്ഷണം നമ്മുടെ ഭവനത്തിൽ ദൈവം തരും, തീർച്ചയായിട്ടും.
അതുകൊണ്ടാണ് സഭയെ ഇറ്റ് ഈസ് കമ്പയർഡ് ടു ഹൗസ്. ഇഫ് യു ഗോയിങ് ടു 1 Timothy 3, ഇതെല്ലാം കോറഹിന്റെ കാരണം ഇത് ന്യൂ ടെസ്റ്റമെന്റ് സൈറ്റ് ചെയ്തേക്കുമ്പോൾ അതിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. 1 Timothy 3 എടുക്കുമ്പോൾ അതിന്റെ 15 ഒന്ന് വായിക്കും. 3:15. ഞാൻ താമസിച്ചു പോയാൽ ജീവനുള്ള ദൈവത്തിന്റെ സഭയും സത്യത്തിന്റെ തൂണും കോട്ടയുമായ ദൈവഭവനത്തിൽ എങ്ങനെ വ്യാപരിക്കണമെന്ന് മനസ്സിലാക്കാനാണ് ഈ നിർദ്ദേശങ്ങൾ നിനക്ക് എഴുതുന്നത്. ഇംഗ്ലീഷ് ഒന്ന് വായിക്കും. 3:15. But in case I am delayed, I write so that you will know how one ought to conduct himself in the household of God, which is the church of the living God. So the household of God is the church of living God. നമുക്ക് ഒരു കുഞ്ഞുണ്ടായാൽ അത് വളരേണ്ടത് അപ്പൻ്റെ അമ്മയുടെയും കൂടെ ഭവനത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ. സോ അപ്പനും അമ്മയും ഇല്ലാത്തവർ ഓർഫനേജ് വളരും, അവരും വളരുന്നുണ്ട്, ഫിസിക്കലി ഗ്രോ ചെയ്യുന്നുണ്ട്. അറ്റ് ദി സെയിം ടൈം ദി മെൻ്റൽ ഗ്രോത്ത് ഡെഫിനറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഈ കോറഹിൻ്റെ കാര്യത്തിൽ നിന്ന് വി ഷുഡ് ലേൺ ഇതിന്ന് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ബി ഒബീഡിയൻറ്റ്. ഫ്രം മൈ എക്സ്പീരിയൻസ് ഈ ഭവനത്തിലെ ഭക്ഷണം കൊണ്ട് സംതൃപ്തരായിട്ടുള്ള കുഞ്ഞുങ്ങളെ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഫൈൻഡ്. യൂട്യൂബ് ഈസ് ആൻ ഓഷ്യൻ. അതിനകത്ത് പ്രശസ്തരായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരുടെ പ്രസംഗം നല്ലതല്ലാഞ്ഞിട്ടല്ല. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിന് 1ാം ക്ലാസ്സിലെ സിലബസാണ് പഠിക്കണ്ടേ. ഇപ്പോൾ ഒരു അപ്പനും അമ്മയ്ക്കും 5 പിള്ളേരുണ്ടെങ്കിൽ അപ്പനും അമ്മയ്ക്കും അറിയാം അതിലേറ്റവും ചെറിയ ആൾക്ക് എന്താ കൊടുക്കേണ്ടത് ഭക്ഷണം, രണ്ടാമത്തെ കുഞ്ഞിന് എന്താ കൊടുക്കേണ്ടത്. ഇപ്പോൾ ന്യൂലി ബോൺ കുഞ്ഞിന് നമ്മൾ ലൈറ്റ് ഫുഡേ കൊടുക്കത്തുള്ളൂ. അത് ആ ചർച്ചിൻ്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളവർക്ക്, അല്ലെ അവരവരുടെ സ്പിരിച്വൽ അപ്പനോ ഇത് ഭവനം എന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ട് അവിടെ അപ്പനുണ്ടായിരിക്കണം, അമ്മയുണ്ടായിരിക്കണം, എല്ലാവരും ഉണ്ടായിരിക്കണം, മുതിർന്ന ചേട്ടന്മാരുണ്ടായിരിക്കും, അനിയന്മാരുണ്ടായിരിക്കും. അപ്പം ഇഫ് യു ആർ നോട്ട് റെസ്ട്രിക്റ്റിംഗ് യുവർ ബൗണ്ടറി ആസ് ഫാർ ആസ് ദി സ്പിരിച്വൽ ഫുഡ് ഈസ് കൺസേൺ, it will lead to indigestion, spiritual indigestion. So അതുകൊണ്ട് it is very difficult to be content with whatever you are getting in your home. അല്ലേ? ലോകത്തിൽ തന്നെ എടുത്താലും നമ്മൾ പണ്ടൊക്കെയാണെങ്കിൽ ഒരു കല്യാണത്തിന് പോകാന്ന് പറയുമ്പോൾ വലിയ സന്തോഷമായിരിക്കും, കാരണം ബെറ്റർ ഫുഡ് കിട്ടും. സെയിം വേ if you really want to grow as a healthy child, you must be contented with whatever you are getting in your house. That is your church, is your local church. When you are eating from outside, ഞാനിത് ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അതായത് രക്ഷിക്കപ്പെട്ട് പിറ്റേ ദിവസം തുടങ്ങി വലിയ ആൾക്കാരുടെ പ്രസംഗം കേൾക്കും. ഇറ്റ് ഈസ് ട്രൂ, ദേ ആർ വെരി ഗുഡ്, ദേ ആർ ടീച്ചിങ് വെരി ഹൈ തിങ്സ്. ബട്ട് ഇത് 1 വയസ്സ് അല്ലെങ്കിൽ ഉണ്ടായിട്ട് 2 മാസമായ കൊച്ചിന് പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ട് നല്ല ഹെവി ചിക്കൻ ബിരിയാണി കൊടുക്കുന്ന പോലെ ഇറ്റ് വിൽ നോട്ട് ഡൈജസ്റ്റ്. അൾട്ടിമേറ്റ്ലി ഇത് ഡൈജസ്റ്റ് ചെയ്യില്ല എന്നുള്ളതല്ല, ഇത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ നശിപ്പിച്ചിട്ട് ടോട്ടൽ ഇൻഡൈജഷൻ ഉണ്ടാക്കി ഇത് അൺഹെൽത്ത് ഉണ്ടാക്കും. ഐ ഹാവ് സീൻ ഇറ്റ് ഇൻ ലോട്ട് ഓഫ് കേസസ്. രക്ഷിക്കപ്പെട്ട് പിറ്റേ ദിവസം തുടങ്ങി വലിയ ആൾക്കാരുടെ പ്രസംഗം കേൾക്കും. ദേ ആർ ട്രൈങ് ടു പ്രാക്ടീസ് ഇറ്റ്, ദേ വിൽ മിസറബിളി ഫെയിൽ, നാച്ചുറലി ദേ വിൽ ഫെയിൽ. കാരണം കാലോചിതമായിട്ടുള്ള വളർച്ച, പ്രായത്തിനനുസരിച്ചുള്ള വളർച്ച, അതിനനുസരിച്ചുള്ള ഭക്ഷണം മാത്രമേ ഡൈജസ്റ്റ് ചെയ്യത്തുള്ളൂ. എത്രയോ തവണ കണ്ടേക്കുന്നു. അതായത് രക്ഷിക്കപ്പെട്ട് പിറ്റേ ദിവസം ആകുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഒരു ചെറിയ കാര്യം പങ്കുവെക്കാൻ പറഞ്ഞാൽ അവർ ഇൻ്റർനെറ്റിൽ പോയി ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള അല്ലെങ്കിൽ 60 വർഷമായിട്ട് പ്രീച്ച് ചെയ്യുന്നവരുടെ പ്രസംഗം കേട്ട് അതിൽ നിന്ന് 3-4 വചനം എഴുതിക്കൊണ്ടുവന്ന് അത് പ്രസംഗിച്ച്, ബട്ട് they cannot practice naturally and they will not practice. ഇതെല്ലാം കൂടെ കൊളാപ്സ് ആയിട്ട് ഇന്നത്തെ സ്പിരിച്വൽ വേൾഡിൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഗ്രോ ആസ് എ ഹെൽത്തി ചൈൽഡ് ബിക്കോസ് ഓഫ് ദി ടെംപ്റ്റേഷൻ ഫ്രം ഔട്ട്സൈഡ്. കാരണം രക്ഷിക്കപ്പെടുമ്പോൾ നാച്ചുറലി വലിയ ആവേശം ഉണ്ടാകണം, ബട്ട് അതിനെ പരിജ്ഞാനം കൊണ്ട് അതിനെ ബാലൻസ് ചെയ്തില്ലെങ്കിൽ that will lead to destruction. That is what is happening. അതായത് രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ വലിയ ആളാകണം എന്നുള്ള, സ്പിരിച്വലി വലിയ ആളാകണം എന്നുള്ള ആഗ്രഹം നല്ലതാണ്, ബട്ട് അതിനെ ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ പരിജ്ഞാനം വേണം. മെയിൻ പ്രോബ്ലം ഇസ് ഓൺലി വൺ പ്രോബ്ലം. മെയിൻ പ്രോബ്ലം അല്ല, നോബഡി ഈസ് വില്ലിങ് ടു സബ്മിറ്റ് ടു ദി എൽഡേഴ്സ്. എൽഡേഴ്സ് ഞാൻ ഉദ്ദേശിക്കുന്ന ചർച്ചിലെ മൂപ്പന്മാർ ഉദ്ദേശിച്ചല്ല, പ്രായമായവർക്ക് കീഴടങ്ങിയിരിക്കാൻ പുതിയ വിശ്വാസികൾ വില്ലിങ് അല്ലാത്തത് കൊണ്ട് ക്രിസ്ത്യൻ ലൈഫ് ഇസ് ദേ ആർ ലൂസിങ്.
പിന്നെ അതൊരിക്കലും റീഗെയിൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം മുതിർന്നവരുടെ വിജ്ഞാനത്തെ ഉപയോഗിക്കണമെന്നാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ വിജ്ഞാനത്തെ ഉപയോഗിക്കുക. ഈ കോറഹിന്റെ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. കാരണം നമ്മുടെ പെരിഫരി വിട്ട് പുറത്തേക്ക് പോകുന്നു. നമുക്ക് അപ്പസ്തലനായ പൗലോസ് പറഞ്ഞു, ഞാൻ അതിന്റെ അപ്പുറത്തേക്കില്ല. ഇപ്പൊ ഞാൻ അഗൈൻ ഐ വാണ്ട് ടു റിമൈൻഡ്, നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം നമ്മുടെ ഭവനത്തിൽ നിന്ന് കിട്ടും. അത് നമുക്ക് സെയിം വേർഡ്, ഇറ്റ് വിൽ ഗീവ് ഡിഫറെൻറ്റ് മെസ്സേജസ് ഫോർ ഡിഫറെൻറ്റ് പീപ്പിൾ. പ്രായത്തിനനുസരിച്ച് അവരുടെ ആ ശേഷിക്കനുസരിച്ച് അത് ക്യാച്ച് ചെയ്യും ജീവിതത്തിൽ. ഇപ്പം നമ്മൾ ഈ അരിപ്പൊടിയൊക്കെ അരിക്കുന്ന അരിപ്പ പോലെ, അതിൻ്റെ സീവ് സൈസ് അനുസരിച്ച് അത് ഹോൾഡ് ചെയ്യും. ഫൈൻ സീവ് ആണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ അത് ഹോൾഡ് ചെയ്യും. സെയിം കാര്യം ഇപ്പം നമ്മൾ ദൈവത്തിൻ്റെ വചനം പഠിച്ചിട്ടുള്ള കാര്യം വീണ്ടും പഠിക്കുമ്പോൾ ഡിഫറെൻറ്റ് മെസ്സേജസ് കിട്ടും. അപ്പോൾ ഈ കോർഹിന്ന് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം, ഒത്തിരി കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാനുണ്ട്. കാരണം ഇത് ന്യൂ ടെസ്റ്റാമെന്റിൽ നമുക്ക് ബുദ്ധി ഉപദേശിക്കാനായിട്ട് എഴുതിയിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ തലങ്ങും വിലങ്ങും എല്ലാം നമ്മൾ പഠിച്ചേ പറ്റും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ലെറ്റ് us take a decision to be contented with whatever we are getting from our house. അങ്ങനെയാണെങ്കിൽ ഹെൽത്തി ആയിട്ട് വളർന്നു വരും. അല്ലെങ്കിൽ ഇൻഡൈജഷൻ ഉണ്ടാക്കും. അത് അൾട്ടിമേറ്റ്ലി ദാറ്റ് ക്യാൻ ലീഡ് ടു ഡെത്ത്. സോ കമ്മിങ് ബാക്ക് ടു ബെലിയാമിന്റെ കാര്യം എടുക്കുമ്പോൾ, ബെലിയാമിന്റെ കാര്യത്തിന് ഇറ്റ് ഈസ് മോർ മറ്റ് കായൻ്റെതിനേക്കാൾ കോറഹിൻ്റെതിനേക്കാൾ ഇതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താന്ന് പറയാം? Can you tell me? Of course യൂദായുടെ ലേഖനത്തിലുണ്ട്. ബട്ട് ദി ചർച്ച് ഏജിനെ കുറിച്ച് നമുക്കുള്ള മെസ്സേജ് കിട്ടുന്നത് റെവലേഷനില്ല. ദി ഫസ്റ്റ് 7 letters, ഫസ്റ്റ് 7 letters അല്ല, ദി ലെറ്റേഴ്സ് ടു ദി ചർച്ചസ്. റെവലേഷൻ ചാപ്റ്റർ 2 and 3 വായിക്കുമ്പോൾ ഈ 7 സഭകൾ കർത്താവ് ലെറ്റർ എഴുതുന്നിടത്ത് Korah is not mentioned, Cain is not mentioned, whereas Beliam is mentioned. That means, what does it mean? You tell me. അതായത് കോറഹിന്റെ പ്രശ്നത്തെക്കാൾ കായന്റെ പ്രശ്നത്തെക്കാൾ ദി ചർച്ച് ഏജില് ഒരു സീരിയസ് പ്രോബ്ലം ആയിട്ട് വരാൻ പോകുന്നത് ബെലിയാമിന്റെ പ്രശ്നം. സോനെ സംബന്ധിച്ച് ബെലിയാമിന്റെ പ്രശ്നം എല്ലാം തീർച്ചയായിട്ടും യൂദാ ലേഖനം എഴുതി, അതുകൊണ്ട് നമ്മൾ ഒട്ടും മറ്റത് ലെസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുമല്ല. ബട്ട് ഇറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. അല്ലെങ്കിൽ അന്ത്യം വരെ അവസാനം ചർച്ച് ഏജിൽ ഏറ്റവും സീരിയസ് പ്രോബ്ലം ആകാൻ പോകുന്നത്, ആയിക്കൊണ്ടിരിക്കുന്നത് ബെലിയാമിൻ്റെ ഉപദേശം. സോ ലെറ്റ് us സ്റ്റഡി ഇൻ ഡീറ്റെയിൽസ്. ബെലിയാമിൻ്റെ ഉപദേശം എന്തായിരുന്നു? ബെലിയാമിൻ്റെ ഉപദേശത്തെക്കുറിച്ച് ആരൊക്കെ എഴുതിയിട്ടുണ്ട്? കാരണം ഞാൻ പണ്ട് ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ ആദ്യമായിട്ടൊക്കെ ന്യൂ ടെസ്റ്റാമെന്റിൽ കൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ഓർത്തിട്ടുണ്ട് ഈ പഴയ നിയമത്തിലെ കാര്യങ്ങൾ, വൈ ഇറ്റ് ഈസ് ഫ്രീക്വന്റ്ലി മെൻഷൻഡ്. ആസ് എ കാത്തലിക് ഐ നെവർ റെഡ് ഓൾഡ് ടെസ്റ്റാമെന്റ്. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ വായിച്ചിട്ടുണ്ടെന്നല്ലാതെ ബെലിയാം ജസ്റ്റ് കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ജോനായെ കുറിച്ച് കർത്താവ് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് കേട്ടിട്ടുണ്ട്. അതർവൈസ് നോ നോളജ്. ഓക്കെ, യൂദായുടെ ലേഖനത്തിൽ ഓൾഡ് ടെസ്റ്റാമെന്റ് ഓൾമോസ്റ്റ് കവേർഡ്. നോഹിന്റെ കാര്യം, ലോത്തിന്റെ കാര്യം, ദെൻ ആ ഫോളൻ ഏഞ്ചൽസിന്റെ കാര്യം, ബെലിയാമിന്റെ കാര്യം, കോറഹിന്റെ കാര്യം, കായന്റെ കാര്യം. ഓൾഡ് ടെസ്റ്റാമെന്റിന്റെ ഒരു നല്ല ഫൗണ്ടേഷൻ ഇല്ലാതെ നമുക്ക് നല്ലൊരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ പറ്റാത്ത പോലെ ഇത് രണ്ടും കൂടി എംബഡഡ് ആണ്. സോ വി ആർ ടു ലേൺ ഓൾഡ് ടെസ്റ്റാമെന്റ്. അപ്പൊ ഇവിടെ വരുമ്പോൾ ബെലിയാമിനെ കുറിച്ച് മെൻഷൻ ചെയ്തേക്കുന്ന ആൾക്കാർ യൂദ ഓഫ് കോഴ്സ്, ദെൻ 2 Peter, ദെൻ പിന്നെ ആരാ? പത്രോസ് മെൻഷൻ ചെയ്തു, യൂദ മെൻഷൻ ചെയ്തു, പിന്നെ ആരാ മെൻഷൻ ചെയ്തിരുന്നത്? ജോൺ. ബെലിയാമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ജോൺ. റെവലേഷനിൽ ജോൺ അല്ല മെൻഷൻ ചെയ്തിരിക്കുന്നത്. ദാറ്റ്സ് വാട്ട് ഐ വാണ്ട് ടു ടെൽ. സാക്ഷാൽ യേശു ക്രിസ്തു തന്നെ എഴുതിയിട്ടുണ്ട് ബെലിയാമിനെ കുറിച്ച്. ദി ഫസ്റ്റ് 7 letters to churches, it's not written, it's written by John, but it's a letter of the Lord. ഓരോ ലെറ്റർ എങ്ങനെയാണ് തുടങ്ങുന്നത്? യോഹന്നാൻ എഴുതുന്നതാണ് തുടങ്ങിയിരിക്കുന്നത്. അതായത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ എടുക്കുക. കാരണം ബെലിയാമിനെ കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു മെൻഷൻ ചെയ്തെങ്കിൽ ഹൗ സീരിയസ് വി ആർ ടു ബി. ഇത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കുന്നുള്ളൂ. ഈ ലെറ്റേഴ്സ് അതില് 3 അധ്യായം തുടങ്ങുമ്പോൾ സാർദീസിലെ സഭയുടെ മാലാഹയ്ക്ക് എഴുതുക, ദൈവത്തിന്റെ 7 ആത്മാക്കളും 7 നക്ഷത്രങ്ങളും ഉള്ളവന്റെ വാക്കുകൾ. ഇറ്റ്സ് നോട്ട് ദി വേർഡ്, ഓഫ് കോഴ്സ് ദി എൻ്റയർ ബൈബിൾ ഇസ് വേർഡ് ഓഫ് ദി ലോർഡ്. ബട്ട് ഇവിടെ എഴുതിയേക്കുന്നത്, ഇത് എഴുതുന്നവൻ
ദൈവത്തിന്റെ 7 ആത്മാക്കളും 7 നക്ഷത്രങ്ങളും ഉള്ളവന്റെ വാക്കുകളാണ്. Then if you are taking Ephesians, എഫേസോസിലെ സഭയുടെ മാലാഹയ്ക്ക് എഴുതുക, വലത് കൈയിൽ 7 നക്ഷത്രങ്ങൾ വഹിക്കുകയും സ്വർണം കൊണ്ടുള്ള 7 വിളക്കുകാലുകളുടെയും മധ്യ സഞ്ചരിക്കുകയും ചെയ്യുന്നവന്റെ വാക്കുകൾ. സോ പത്രോസ് എഴുതി, was the leader of the apostles. Then യൂദാ എഴുതി, then യേശുക്രിസ്തു തന്നെ എഴുതി. So we have to be so serious when we are studying the details of ബെല്യാമിന്റെ കാര്യം ബ്രീഫായിട്ടൊന്ന് ചിന്തിക്കാൻ. വിൽ ഗോ ബാക്ക് ടു നമ്പേഴ്സ് 22. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്പേഴ്സ് ചിന്തിക്കുന്നില്ല, ജസ്റ്റ് ആരായിരുന്നു എന്തായിരുന്നു എന്നൊക്കെ ഒന്ന് ചിന്തിക്കാൻ വേണ്ടി. വാട്ട് വാസ് ഹിസ് സിൻ? അപ്പം ബെല്യാമിന്റെ സിന്ന് നമുക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് ജസ്റ്റ് 2 ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യണം, ബെല്യാമിന്റെ സിൻ. കാരണം ബെല്യാമിന്റെ സിന്നിനെ കുറിച്ച് എഴുതിയേക്കുന്നത് യൂദാ എഴുതിയേക്കുന്നത്, യൂദാ എന്താ പറഞ്ഞേക്കുന്നത്? ബെല്യാമിന്റെ അബദ്ധങ്ങൾ എന്ന് എഴുതിയിരിക്കുന്നത്. വൈ? അത് ഇംഗ്ലീഷോടെ ഒന്ന് വായിക്കാം. അപ്പൊ ഇത് ബെല്യാമിന്റെ അബദ്ധം എന്ന് പറയുമ്പോൾ ആ അബദ്ധത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി അതിൽ നിന്ന് നമ്മൾ റണ്ണവേ ചെയ്തില്ലെങ്കിൽ വി വിൽ ഓൾസോ അബദ്ധത്തിൽ വീഴും. യൂദാ 1:11 ഒന്ന് വായിച്ചു, ഇംഗ്ലീഷ് ഒന്ന് വായിച്ചു. Woe then, for they have gone the way of Cain, and for pay they have rushed headlong into the error of Balaam. അതെ, ഇതിൽ എഴുതിയിരിക്കുന്നത് ബെല്യാമിന്റെ അബദ്ധം, അതിനകത്ത് എറർ ഓഫ് ബെല്യാം. അപ്പോ ബെല്യാമിന്റെ എറർ തെറ്റാണ്, അബദ്ധമാണ്. അബദ്ധം എന്താണെന്ന് നമുക്ക് ഈസിലി യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അൾട്ടിമേറ്റ്ലി വാട്ട് ഹാപ്പൻ ടു ബെല്യാം? ജോഷുവ 13:22 വായിക്കുമ്പോൾ വായിക്കും. ഈ അബദ്ധം അൾട്ടിമേറ്റ്ലി ഇറ്റ് വിൽ ടേക്ക് us. 13:22 ഇസ്രായേൽക്കാർ വാൾ കൊണ്ട് വധിച്ചവരിൽ ബെയോറിന്റെ പുത്രനും ഭവിഷ്യത് പ്രവാചകനുമായ ബെലയാമും ഉൾപ്പെടുന്നു. 22 ഇംഗ്ലീഷോടെ വായിക്കും. 13:22 ജോഷുവ. The sons of Israel also killed Balaam the son of Beor, the diviner, with the sword among the rest of their slain. ഭവിഷ്യത് പ്രവാചകൻ ഓർ ഡിവൈനർ, സോഴ്സറർ എന്നാണ് ചില സ്ഥലത്ത് എഴുതിയത്. സോഴ്സറിയാണ്, സോഴ്സറർ എന്ന് എഴുതിയിട്ടുണ്ട് ബെല്യാമിനെ കുറിച്ച്. ഒരു നല്ല പ്രവാചകൻ അല്ലായിരുന്നു, വി നോ ഇറ്റ്. അപ്പോൾ ഇതില് ബെല്യാമിന്റെ അബദ്ധം അൾട്ടിമേറ്റ്ലി വേർ ഇറ്റ് വിൽ ലീഡ്, അതാ നമ്മളൊന്ന് പെരിഫറലായിട്ട് ചിന്തിക്കേണ്ടത്. അതായത് ഇസ്രായേൽക്കാർ വാൾ കൊണ്ട് വധിച്ചവരിൽ ബെയോറിന്റെ പുത്രനും ഭവിഷ്യത്ത് പ്രവാചകനുമായ ബെല്യാം ഉൾപ്പെടുന്നു. അപ്പം ബെല്യാമിന്റെ അബദ്ധം ഇറ്റ് ക്യാൻ ലൂസ് അവർ ലൈഫ്. സോ സീരിയസ് എ തിങ്. അതുകൊണ്ടാണ് യൂദാ എഴുതി, പത്രോസ് എഴുതി, യേശുക്രിസ്തു വാൺ ചെയ്തു. അപ്പം ഗോയിങ് ടു നമ്പർ 22, നമ്പേഴ്സ് 22 എടുക്കുമ്പോൾ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കുന്നില്ല ഈ അബദ്ധങ്ങൾ. കാരണം എന്തായിരുന്നു അബദ്ധം, അത് നമ്മളെ സംബന്ധിച്ചും അത് ഇമ്പോർട്ടൻ്റാണ്. അതുകൊണ്ടാണ് ന്യൂ ടെസ്റ്റാമെന്റിൽ അപ്പോസ്തലന്മാർ എഴുതി, ഞാൻ എഗെയിൻ ആൻഡ് എഗെയിൻ സ്ട്രെസ് ചെയ്യുന്നത് യേശുക്രിസ്തു കൂടി എഴുതിയൊരു സംഭവം ആയതുകൊണ്ട് നമ്മൾ നടുങ്ങണം. അപ്പം ഇതിൽ 22 എന്ന് ഞാനൊരു ഓവറോൾ പിക്ചർ പറയുക. അതായത് ഇസ്രായേൽക്കാര് ഈജിപ്തിൽ നിന്ന് പോന്നു. ഈജിപ്തിൽ നിന്ന് അവര് മോശയുടെ നേതൃത്വത്തിൽ പോരുക. മോശയുടെ നേതൃത്വത്തിൽ പോരുമ്പോൾ അവര് നോ ബഡി കുഡ് സ്റ്റാൻഡ് അഗൻസ്റ്റ് ദം. അവർ സ്ട്രോങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക. ദെൻ ജോഷുവയുടെ നേതൃത്വത്തിൽ വന്നു. അവരിങ്ങനെ പോരുമ്പോൾ, അതായത് അതിനു മുമ്പ് ജോർദാൻ കടക്കുന്നതിന് മുമ്പ് 2 അതിശക്തരായിട്ടുള്ള രാജാക്കന്മാര്, അതിന്റെ 21 എടുക്കുമ്പോൾ അതിന്റെ 31 തുടങ്ങി, മുഴുവൻ വായിക്കുന്നില്ല. ഇങ്ങനെ അമോര്യരുടെ ദേശത്ത് ഇസ്രായേൽ പാർത്തു. പിന്നീട് മോശ യാസർ രഹസ്യമായി പരിശോധിക്കാൻ ആളയച്ചു. അവർ അവിടെയുള്ള ഗ്രാമങ്ങൾ പിടിച്ചടക്കി. തദ്ദേശവാസികളായ അമോര്യരെ ബഹിഷ്കരിച്ചു. അവർ തിരിഞ്ഞ് ബാശാനിലേക്കുള്ള വഴിയിലൂടെ മുന്നോട്ട് പോയി. എദ്രയിൽ വെച്ച് ഇസ്രായേൽക്കാരുമായി യുദ്ധം ചെയ്യാൻ ബാശാൻ രാജാവായ ഓഗ് തന്റെ സർവ്വ ജനങ്ങളുമായി പുറപ്പെട്ടു. എന്നാൽ കർത്താവ് മോശയോട് അരുൾ ചെയ്തു, അയാളെ ഭയപ്പെടേണ്ട, അയാളെയും ജനങ്ങളെയും ദേശത്തെയും ഞാൻ നിന്റെ കയ്യിൽ അകപ്പെടുത്തിയിരിക്കുന്നു. ഹെശ്ബോനിൽ വസിച്ചിരുന്ന അമോര്യ രാജാവായ സീഹോനോട് പ്രവർത്തിച്ചു തന്നെ ഇയാളോടും നീ ചെയ്യുക.
അങ്ങനെ അവർ അയാളെയും പുത്രന്മാരെയും അയാളുടെ സർവ്വജനങ്ങളെയും നിശേഷം കൊന്നൊടുക്കി. അവർ അയാളുടെ ദേശം കൈവശമാക്കുകയും ചെയ്തു. ഇപ്പം മനസ്സിലാകാനുള്ള ഭാഷയിൽ പറഞ്ഞാൽ, ഇപ്പം രണ്ട് വൻ ശക്തികൾ ലോകത്തിലെ എക്സാമ്പിൾ എടുത്താൽ, ഇപ്പോൾ അമേരിക്കയോ അല്ലെങ്കിൽ റഷ്യ, ഇതുപോലെയുള്ള നോട്ട് എക്സാക്ട്ലി ഈക്വാലന്റ് അല്ല, എന്നാൽ ഈ സീഹോനും ഓഗ് എന്ന് പറയുന്ന രാക്ഷസന്മാരാണ്, രാക്ഷസ രാജ്യങ്ങളാണ്. അവരെ കുറിച്ച് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. വെരി പവർഫുൾ കിങ്ഡംസ്. അവർക്കെതിരെ ഒരു ശത്രു വന്നിരിക്കുന്നു. ഈ ശത്രുവിന് രാജ്യമില്ല, വാണ്ടറേഴ്സ് ആണ്, ഒന്നുമില്ല. എന്നാൽ they were ഫേമസ്. കാരണം ഇവരെങ്ങനെ വന്നു? കാരണം ചെറിയൊരു, ഒത്തിരി വലിയ ജോഗ്രഫിക്കൽ ഏരിയയിലൊന്നും അല്ല ഇത് സംഭവിച്ചേക്കുന്നത്. ഇസ്രായേൽക്കാർ, കാരണം ഇത് ചെറിയൊരു, ഈജിപ്റ്റ് ഈസ് നോൺ ടു എവരിബഡി. അവരെങ്ങനെ കടന്നു വന്നു, ചെങ്കടൽ പകുത്ത കാര്യം അല്ലെങ്കിൽ അത്ഭുതങ്ങൾ നടന്ന കാര്യം, ഇത് എവരിബഡി ഈസ് നോയിങ്. അപ്പൊ ഈ സീഹോനും ഓഗും വലിയ വമ്പന്മാരായിട്ടുള്ള രണ്ട് കിങ്ഡംസ്, അത് ആർക്കും ചെറുത്ത് നിൽക്കാൻ പറ്റാത്ത രണ്ട് കിങ്ഡംസ്, ഇവരെ കീഴടക്കി എന്ന് കേട്ടതോടുകൂടി, അതുകൊണ്ടാണ് നമുക്കറിയാം, റാഹാബ് പറയുന്നുണ്ട്, നിങ്ങളെ കുറിച്ചുള്ള ഭയം നിമിത്തം ഇവിടെയുള്ള ജനങ്ങളുടെ എല്ലാം ഹൃദയം ഉരുകി പോയിരിക്കുന്നു. സോ അപ്പൊ ദാറ്റ് വാസ് ദി സിറ്റുവേഷൻ. അങ്ങനെ ഇവര് മോവാബിലേക്ക് വരിക. ഈ മോവാബിലേക്ക് വരിക എന്ന് കേട്ട സീഹോനും ഓഗിനും ചെറുത്ത് നിൽക്കാൻ പറ്റാത്ത ഒരു ജനതതി വരുമെന്ന് കേട്ടപ്പോ, മോവാബ് ഈസ് ഹെൽപ്ലെസ്. ദേ നോ ദേ കനോട്ട് ഡിഫീറ്റ്. അവരുടെ ശക്തി വെച്ച് ഒരു രീതിയിലും അവർക്ക് ഡിഫീറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് മോവാബിന് അറിയാം. എന്നാൽ ഈ മോവാബിനെ ആക്രമിക്കരുതെന്ന് ദൈവത്തിന്റെ കൽപ്പന ഉണ്ടെന്നുള്ളത് മോവാബ് ആർക്ക് അറിയത്തില്ല. സോ ഇഫ് യു ആർ, അതിപ്പോൾ അവർക്ക് അറിയാൻ യാതൊരു മുഖാന്തരമില്ല. പക്ഷെ ദൈവം ഈ മോവാബിനെ ആക്രമിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇഫ് യു ആർ ഗോയിങ് ടു ഡ്യൂട്രോമി 2:9 വായിക്കുമ്പോൾ, ഡ്യൂട്രോമി 2, അതായത് ഏദോമിനെ ആക്രമിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റീസൺ എന്താ? ഏദോം ഏശാവിന്റെ ഡിസെൻഡൻസ് ആണ്, അവർക്ക് ഞാൻ സ്ഥലം കൊടുത്തിരിക്കുന്നു. ദെൻ അതിന്റെ 9 വായിക്കുമ്പോൾ, അപ്പോൾ കർത്താവ് എന്നോട് അരുൾ ചെയ്തു, മോവാബുകാരെ പീഡിപ്പിക്കുകയോ അവരുമായി പടവെട്ടുകയോ അരുത്. അവരുടെ സ്ഥലം ഒട്ടും നിനക്ക് അവകാശമായി ഞാൻ തരികയില്ല. ഇത് ഈ മോശ അവരെ ആക്രമിക്കുന്ന പ്രശ്നമേ ഇല്ലായിരുന്നു. കാരണം അവിടെ ചെല്ലുന്നതിന് മുമ്പേ ദൈവം പറഞ്ഞിട്ടുണ്ടായിരുന്നു മോവാബിനെ ആക്രമിക്കരുതെന്ന്. പക്ഷേ അവർക്കറിയില്ല. അപ്പൊ ഇസ്രായേൽക്കാർ, കമ്മിങ് ബാക്ക് ടു നമ്പേഴ്സ് 22, ഇസ്രായേൽക്കാർ യാത്ര പുറപ്പെട്ട് മോവാബ് സമതലത്തിൽ യെറീക്കോക്കെതിരെ യോർദാന്റെ മറുകരയിൽ പാളയമടിച്ചു. ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു ജെറീക്കോ. സിപ്പോറിന്റെ പുത്രൻ ബാലാക്ക് അമോര്യരോട് ഇസ്രായേൽ പ്രവർത്തിച്ചവയെല്ലാം അറിഞ്ഞു. മോവാബ് ഭീതി പൂണ്ടു. അത്രയധികമായിരുന്നു ഇസ്രായേൽക്കാർ. ഇസ്രായേൽക്കാരെ മോവാബ് അത്യധികം ഭയപ്പെട്ടു. കാരണം അതിന്റെ ആ കോണ്ടെക്സ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ ഭയപ്പെടുവല്ലാതെ ഒരു രക്ഷയില്ല. സീഹോനും ഓഗും വെരി പവർഫുൾ കിങ്ഡംസ്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ശ്രീലങ്ക, റഷ്യ അല്ലെങ്കിൽ അമേരിക്ക എന്നൊക്കെ പറയുന്ന പോലെ ശ്രീലങ്കയ്ക്കെതിരായിട്ട് റഷ്യയും അല്ലെങ്കിൽ അമേരിക്കയൊക്കെ വന്നാൽ എന്ത് ചെയ്യും? കാരണം റഷ്യനെയും അമേരിക്കനെയും കീഴടക്കി വന്നേക്കുന്ന ഒരു ജനതതി, അതിൻ്റെ മുമ്പിൽ ഇപ്പൊ ശ്രീലങ്ക ഒന്നുമല്ല എന്ന് പറയുന്ന പോലെയാണ് മോവാബ് ഒന്നുമല്ല. അവർക്ക് ഭയപ്പെടാനല്ലാതെ ഒരു രക്ഷയില്ല. അപ്പൊ ഇതില് മോവാബ് അത്യധികം ഭയപ്പെട്ടു. മാനുഷികമായിട്ട് ഒരു മുഖാന്തരം ഇല്ലെങ്കിൽ മനുഷ്യൻ സാധാരണ എന്താ ചെയ്യുന്നത്? പിന്നെ എന്തെങ്കിലും സൂപ്പർ നാച്ചുറൽ ഹെൽപ്പ് സീക്ക് ചെയ്യുക എന്നുള്ളത് രക്ഷയുള്ളൂ. ഇവർക്ക് സത്യദൈവമായിട്ട് ഒരു ബന്ധമില്ല. അപ്പൊ ഇവിടെ നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മുടെയൊക്കെ നാട്ടിൽ എല്ലായിടത്തുള്ള ഒരു കാര്യമാണ്. നമുക്ക് ബ്ലാക്ക് മാജിക്, കൂടോത്രം, മന്ത്രവാദം, ഇതെല്ലാം ഇന്നുള്ളതിനേക്കാളൊക്കെ ഒത്തിരി പ്രിഡോമിനന്റ് ആയിരുന്നു അന്നത്തെ കാലത്ത്. അതുകൊണ്ട് നമുക്ക് വായിച്ചറിയാം. ഈ നമ്പേഴ്സ് തന്നെ 23 വായിക്കുമ്പോൾ ഈ ബലിയാൻ പറയുന്ന കൂട്ടത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇസ്രായേലിനെതിരെ ഇസ്രായേലിനെതിരെ അഭിചാരമോ യാക്കോബിനെതിരെ ആഭിചാരമോ ഇസ്രായേലിനെതിരെ ലക്ഷണവിദ്യയോ ഫലിക്കയില്ല. അത് 23 ഇംഗ്ലീഷ് വായിക്കുമ്പോൾ, For there is no omen against Jacob, nor is there any divination against Israel. അപ്പൊ ഇത് ബലിയാം ശപിക്കാനായിട്ട് വന്ന എഗെയിൻ ആൻഡ് എഗെയിൻ ഹി ഈസ് ട്രൈയിങ് ടു കേഴ്സ്. പക്ഷെ അതിനിടയിൽ ഈ ബലിയാം മനസ്സിലാക്കിയ ഒരു കാര്യം, ഇസ്രായേലിനെതിരെ ഒരു ആഭിചാരവും ഫലിക്കില്ല, ഒരു ലക്ഷണവിദ്യയും ഫലിക്കില്ല. ദാറ്റ് മീൻസ് ലക്ഷണവിദ്യക്കും ആഭിചാരത്തിനും വാല്യൂവും പവറും ഉണ്ട് എന്നുള്ളത് അന്നത്തെ ജനതയ്ക്ക് അറിയാം. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മള് മോശ ഈജിപ്തിൽ ചെന്നു.
മോശ ഈജിപ്തിൽ ചെന്നപ്പോൾ മോശ വെള്ളത്തെ രക്തമാക്കി. സോഴ്സറേഴ്സ് അല്ലെ മന്ത്രവിദ്യ, ജാലവിദ്യ, അതുകൊണ്ട് അവരും വെള്ളത്തിൽ രക്തമാക്കി. ദെൻ തവളയെ കൊണ്ടുവന്നു. സോ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ ബ്ലാക്ക് മാജിക് അല്ലെ സോഴ്സറി ഉണ്ട്, ആക്ച്വലായിട്ടുണ്ട്, അതിന് പവറുണ്ട്. ബട്ട് നമുക്കുള്ള പ്രത്യാശ ഇസ്രായേലിനെതിരെ, ദൈവമക്കൾക്കെതിരെ, ദൈവത്തിൽ ആശ്രയിക്കുന്നവനെതിരെ ഒരു ലക്ഷണവിദ്യയും ഫലിക്കത്തില്ല. അപ്പൊ ഇവര് മോവാബ് രാജാവ് ബാലാക്കാണ്. അപ്പൊ ബാലാക്ക് നോക്കിയിട്ട് ഇനി ഒരേ ഒരു വഴിയുള്ളൂ, കൂടോത്രം മന്ത്രവാദം പ്രയോഗിക്കുക. അപ്പോൾ ബെലിയാം വാസ് ഫേമസ്. ഇതൊരു ഭവിഷ്യത്ത് പ്രവാചകനാണ്. നമുക്ക് ദൈവം അരുളി ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആൾക്കാർ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അതായത് ഇത് യഥാർത്ഥമായിട്ടുള്ള പ്രവാചകനാണോ? നോ. ഇതിനകത്ത് നോക്ക്, ഇതിൻ്റെ ഒരു ഹിസ്റ്ററി പറയുന്നത്, ഈ ബെലിയാമിന്റെ ആ ദേശത്ത് ഇങ്ങനെ ഈ മന്ത്രവാദികളുടെ കൂട്ടം അല്ലെങ്കിൽ സോഴ്സറേഴ്സിന്റെ ഒരു ഗാങ് ഉള്ള സ്ഥലമാണ്. അപ്പൊ ഇവരെ സംബന്ധിച്ച് ഇസ്രായേലിന്റെ ദൈവം, ഇവര് ദൈവങ്ങളുമായിട്ടാണ് ഇവര് ഡീൽ ചെയ്യുന്നത്. അവരെ സംബന്ധിച്ച് ഇസ്രായേലിന്റെ ദൈവവും അവര് ഡീൽ ചെയ്യുന്ന ദൈവവും തമ്മിലൊരു വ്യത്യാസമില്ല. അതുകൊണ്ട് അവര് ശപിക്കാനായിട്ട് വരുമ്പോ ഈ ആരെ ശപിക്കണോ അവരുടെ ദൈവത്തെ കൊണ്ട് ശപിപ്പിച്ചാലേ കാര്യം നടക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഇസ്രായേലിന്റെ ദൈവമായിട്ട് ബലിയാൻ ഡീൽ ചെയ്യാനുള്ള മെയിൻ റീസൺ അത്. അപ്പൊ നമുക്കറിയാലോ, ഇപ്പോ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് അസീറിയക്കാർ വരുമ്പോൾ സെന്നാകറീബിന്റെ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, ഞാൻ സ്ഥലം എടുക്കുന്നില്ല, നമുക്കറിയാലോ. അതിന് പറയുന്നത് എന്താ? ഈ ഹിസ്കിയ ഈ ദൈവത്തിൽ ആശ്രയിക്കാനാ പറയുന്നതെങ്കിൽ ഹിസ്കിയയുടെ വാക്ക് കേട്ട് നിങ്ങൾ വഞ്ചിതരാകരുത്. അതായത് അസീറിയൻ രാജാക്കന്മാർക്കെതിരെ ഏതെങ്കിലും ദേശത്തിലെ ഏതെങ്കിലും ദേവന്മാർ അവരുടെ രാജ്യത്തെ അസീറിയൻ രാജാക്കന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. ഇറ്റ്സ് വർത്ത് റീഡിങ് ഇഫ് യു ആർ ഗോയിങ് ടു 2 Chronicles. കാരണം ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ അറിഞ്ഞേ പറ്റും, അല്ലേ വിചാരിക്കും ഈ ബലിയാം നല്ല പ്രവാചകനാന്നൊക്കെ ചിന്തിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം 2 Chronicles 32 എടുക്കുമ്പോൾ അതിന്റെ 2 Chronicles 32 അതിന്റെ 16 തുടങ്ങി വായിക്കുമ്പോൾ 2 Chronicles 32:16 തുടങ്ങി വായിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, അതായത് ഹിസ്കിയക്കെതിരായിട്ട് അസീറിയൻ സൈന്യം വന്നേക്കുവാണ്, പവർഫുൾ സൈന്യം. കാരണം ഹിസ്കിയൊക്കെ പവർഫുള്ളാണ്. അയാളുടെ ദാസർ അല്ലെങ്കിൽ അസീറിയൻ രാജാവിന്റെ ദാസർ 32:16 അയാളുടെ ദാസർ കർത്താവായ ദൈവത്തിനും അവന്റെ ദാസനായ ഹിസ്കിയാക്കും എതിരെ ഇതിലധികവും പറഞ്ഞു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ അധിക്ഷേപിക്കാനും അവന് വിരോധമായി സംസാരിക്കാനും വേണ്ടി ഇങ്ങനെ അയാൾ കത്തുകൾ എഴുതി. തങ്ങളുടെ ജനങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ ഇതര ദേശങ്ങളിലെ ജനതകളുടെ ദേവന്മാർക്ക് കഴിഞ്ഞില്ല. അതുപോലെ ഹിസ്കിയായുടെ ദൈവവും അവന്റെ ജനത്തെ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുകയില്ല. ഇത് അവർ ഉറക്കെ യഹൂദ ഭാഷയിൽ മതിലിന്റെ മുകളിൽ ഉണ്ടായിരുന്ന ജെറുസലേംകാരോട് വിളിച്ചു പറഞ്ഞു. അവരെ ഭയപ്പെടുത്തി ഭ്രമിപ്പിച്ച് നഗരം പിടിച്ചെടുക്കാനായിരുന്നു ഇത്. മനുഷ്യകരങ്ങളുടെ സൃഷ്ടികളായ ഭൂമിയിലെ വിജാതിയരുടെ ദേവന്മാരെ കുറിച്ച് സംസാരിച്ചിരുന്നത് പോലെ തന്നെ ജെറുസലേമിന്റെ ദൈവത്തെക്കുറിച്ചും അവർ സംസാരിച്ചു. ഇപ്പൊ ഒരു ഹിന്ദുവിസത്തിലാണെങ്കിൽ ഒരു പറയുന്ന ഒരു കോമൺ വേർഡാ ദൈവങ്ങളെ ഞങ്ങൾ രക്ഷിക്കണം. അപ്പൊ ഈ ലോകത്തിൽ ലോകപ്രകാരം എത്ര പാണ്ഡിത്യം ഉണ്ടായാലും സത്യദൈവത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ദൈവം വെളിപ്പെടുത്തി കൊടുക്കാത്തിടത്തോളം കാലം സത്യദൈവത്തെക്കുറിച്ച് അറിയാൻ പറ്റില്ല. അപ്പൊ ഇവിടെ സെന്നാകറീബ് ഹി വാസ് എ വെരി ഗ്രേറ്റ് മാൻ ആസ് ഫാർ ആസ് സിറിയൻ ആർമി ഈസ് കൺസേൺഡ്. അങ്ങേര് പറയുന്നതാണ്, അതായത് ഏതെങ്കിലും തങ്ങളുടെ ജനങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ ഇതര ദേശങ്ങളിലെ ജനതകളുടെ ദേവന്മാർക്ക് കഴിഞ്ഞില്ല. അതുപോലെ ഹിസ്കിയയുടെ ദൈവവും അവന്റെ ജനത്തെ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുകയില്ല. അതിൽ 19th സെന്റൻസ് ആണ്, മനുഷ്യകരങ്ങളുടെ സൃഷ്ടികളായ ഭൂമിയിലെ വിജാതിയരുടെ ദേവന്മാരെ കുറിച്ച് സംസാരിച്ചിരുന്നത് പോലെ തന്നെ ജെറുസലേമിന്റെ ദൈവത്തെക്കുറിച്ച് അവർ സംസാരിച്ചു. സോ ദിസ് ഗോഡ് ഈസ് ഡിഫറെന്റ്, അവർ ഗോഡ് ഈസ് ഡിഫറെന്റ്. ജാതികളുടെ ഇടയിൽ സമുന്നതമാണ് എൻ്റെ നാമം, ദൈവം പറയുന്നതാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്ക് 10 കൽപ്പനയിലുണ്ട്, കർത്താവിന്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്. വി ആർ ടു ഓണർ ദി ലോർഡ്. അതുകൊണ്ടാണ് യഹോവ എന്നുള്ള നാമം ഇസ്രായേൽക്കാർ ഉച്ചരിച്ചിരുന്നില്ല, അത് എഴുതാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു വേർഡ്. യഹോവ എന്ന് അവർ വായിൽ നിന്ന് ഉച്ചരിച്ചിരുന്നില്ല, എഴുതുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ. അപ്പൊ ഇവിടെ ഈ 19 ഇങ്ങനെ പറഞ്ഞു. 20th സെന്റൻസ് ഇൻസിഡന്റലി ഒന്ന് ചിന്തിക്കുന്ന നല്ലതാ.
ഇത് നിമിത്തം രാജാവായ ഹിസ്കിയായും ആമോസിന്റെ പുത്രനായ യേശയ്യ പ്രവാചകനും പ്രാർത്ഥനാപൂർവ്വം സ്വർഗത്തിലേക്ക് നിലവിളിച്ചു. ഏത് നിമിത്തം? അതായത് വിജാതിയുടെ ദൈവങ്ങളെ കുറിച്ച് സംസാരിച്ചതുപോലെ തന്നെ ഇസ്രായേലിന്റെ ദൈവത്തെ കുറിച്ച് സംസാരിച്ചു. നോ, യു കനോട്ട് കമ്പയർ ദി ഗോഡ് ഓഫ് ഇസ്രായേൽ വിത്ത് എനി പേഗൻ ഗോഡ്. നോക്ക്, ഇതിനകത്ത് ഒത്തിരി പ്രസക്തിയുണ്ട്. നമ്മൾ ചിന്തിക്കുന്ന കാലത്ത് നോക്ക്, നമ്മുടെ എല്ലാം കൺമുമ്പിൽ കോമൺ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമായിരുന്നു, അറിയില്ല, ഇസ്ലാം സംവാദം. നോക്ക്, ഓരോ സ്റ്റേജില് മുഹമ്മദിനെ യേശുക്രിസ്തുവിനോട് കമ്പയർ ചെയ്യുന്നു. നോക്ക്, സ്വർഗത്തിലെ ദൈവം cannot tolerate it. Whomsoever is doing it, ലോകം അപ്രീഷിയേറ്റ് ചെയ്യുമായിരിക്കും, ബട്ട് ദി ഗോഡ് ഓഫ് ഹെവൻ cannot tolerate it. നോക്ക്, നമുക്കറിയാം ഫിലിസ്തീന് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പേടകം കൊണ്ട് ദാഗോന്റെ അമ്പലത്തിൽ വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എന്ത് പറ്റി? ദാഗോൻ തലകുത്തി വീണു. കാരണം യു cannot stand along with the God of Israel. ദാഗോൻ തലകുത്തി വീണു. ഒരു ദിവസം ദൈവം അല്പം ക്ഷമ കാണിച്ചു അവരോട്. പിറ്റേ ദിവസം ദാഗോനെ ഉയർത്തി നിർത്തി. പിറ്റേ ദിവസം രാവിലെ വന്നപ്പോൾ എന്ത് പറ്റി? ദാഗോൻ ഉടഞ്ഞ് കഷ്ണങ്ങളായിപ്പോയി. നോ, യു cannot compare the God of Israel with any other power source. അപ്പൊ ഇങ്ങനെ ഇത് പറഞ്ഞതുകൊണ്ട് ഇത് പ്രാർത്ഥിച്ചു. ഹിസ്കിയായും ഐസയും എല്ലാം പ്രാർത്ഥിച്ചു. നമ്മൾ വായിക്കുന്നത് കർത്താവ് ഒരു മാലാഖയെ അയച്ച് അസീറിയ രാജാവിന്റെ പാളയത്തിലെ വീരയോദ്ധാക്കളെയും സേനാനായകനെയും ഉദ്യോഗസ്ഥരെയും സംഹരിച്ചു കളഞ്ഞു. നമ്മൾ വായിക്കുന്നുണ്ട് കിങ്സിൽ എഴുതിയിരിക്കുന്ന 1,85,000 വീരയോദ്ധാക്കളെ കർത്താവിന്റെ ഒരു മാലാഖ കൊന്നത്. റീസൺ, ഇസ്രായേലിന്റെ ദൈവത്തെ കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതെ മനുഷ്യകരങ്ങളുടെ സൃഷ്ടികളായിട്ടുള്ള ദൈവത്തോട് ഉപമിച്ചതായിരുന്നു കാരണം. മറ്റൊരു സ്ഥലത്ത് നമുക്കറിയാം, അനദർ ഒക്കേഷൻ, അസീറിയക്കാർ തന്നെ പറയുന്നുണ്ട്, ഇസ്രായേലിന്റെ ദൈവം മലകളിലാണ് വസിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സമതലത്തിൽ വെച്ച് ഇസ്രായേൽക്കാരോട് യുദ്ധം ചെയ്താൽ അവരെ തോൽപ്പിക്കാം. അവിടെ എഴുതിയിരിക്കുന്നത് എന്താ? ഡു യു റിമെമ്പർ 2 Kings 20? സോറി, 2 Kings അല്ല, ഫസ്റ്റ് Kings 20-ല്. അപ്പൊ നമ്മളിത് ചിന്തിക്കുന്നത് ഈ ബെലിയാമിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കാൻ വേണ്ടി. കാരണം എല്ലാ ദൈവങ്ങളും ഒരുപോലെ എന്ന് ചിന്തിക്കുന്ന, അതുകൊണ്ട് ബെലിയാം ഇറങ്ങി പുറപ്പെട്ടു. എന്നാൽ ഇസ്രായേലിന്റെ ദൈവത്തെ കൺസൾട്ട് ചെയ്തേക്കാം, ആ ദൈവത്തെ കൊണ്ട് ശപിപ്പിച്ചേക്കാന്ന് എഴുതി ഇറങ്ങി പുറപ്പെട്ടതാ. ഫസ്റ്റ് Kings 20 എടുക്കുമ്പോ അത് വായിക്കാം. ഒരു ദൈവപുരുഷൻ സെന്റൻസ് ഒരു ദൈവപുരുഷൻ അടുത്ത് വന്ന് ഇസ്രായേൽ രാജാവിനോട്, അല്ല അതിന് മുമ്പ് വായിക്കും. 23-ല് സിറിയ രാജാവിന്റെ ദാസർ യജമാനോട് പറഞ്ഞു, ഇസ്രായേൽക്കാരുടെ ദേവന്മാർ മലദേവന്മാരാണ്, അതുകൊണ്ടാണ് അവർ നമ്മേക്കാൾ ശക്തരായത്. ഇസ്രായേൽക്കാരുടെ ദേവന്മാർ, സി ദാറ്റ് ഈസ് നോളജ് ഓഫ് ഗോഡ് അബോ ഈ പുറമെ ഉള്ളവരുടെ നോളജ് ഇതാ. ഇസ്രായേൽക്കാരുടെ ദൈവമല്ല ദൈവങ്ങൾ, ദേവന്മാർ മലദേവന്മാരാണ്, അതുകൊണ്ടാണ് അവർ നമ്മേക്കാൾ ശക്തരായത്. പക്ഷെ നാം സമതലത്ത് വെച്ച് അവരോട് യുദ്ധം ചെയ്യണം. നിശ്ചയമായും നാം അവരെക്കാൾ ശക്തരായിരിക്കും. ഇതുകൂടി ചെയ്യുക, ഈ രാജാക്കന്മാരുടെ അവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കുക, അവരുടെ സ്ഥാനത്ത് സേനാപതിമാരെ ആക്കുക, അങ്ങേക്ക് നഷ്ടപ്പെട്ടിടത്തോളം തന്നെ വലിയൊരു സൈന്യത്തെ സംഘടിപ്പിക്കുക, കുതിരയ്ക്ക് കുതിര, രഥത്തിന് രഥം. പിന്നെ സമതലത്തിൽ വെച്ച് നമുക്ക് അവരോട് യുദ്ധം ചെയ്യാം. അപ്പോൾ നിശ്ചയമായും നാം അവരെക്കാൾ ശക്തരായിരിക്കും. അയാൾ അവരുടെ വാക്കുകൾ ചെവിക്കൊണ്ട് അങ്ങനെ തന്നെ പ്രവർത്തിച്ചു. വസന്തകാലത്ത് ബെൻഹദദ് സിറിയക്കാരെ അണിനിരത്തി ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ അഫേത്തിലേക്ക് നീങ്ങി. ഇസ്രായേൽക്കാരും വിളിച്ചു കൂട്ടപ്പെട്ടു. സുസജ്ജരാക്കപ്പെട്ട അവർ സിറിയക്കാർക്കെതിരെ നീങ്ങി. ഇസ്രായേൽക്കാർ 2 ചെറിയ ആട്ടിൻപറ്റം പോലെ സിറിയക്കാർക്കെതിരെ പാളയമടിച്ചു. സിറിയക്കാരാകട്ടെ ആ പ്രദേശം ആകെ നിറഞ്ഞിരുന്നു. ഒരു ദൈവപുരുഷൻ അടുത്തു വന്ന് ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു, ശ്രദ്ധിക്കണേ, കർത്താവ് അരുൾ ചെയ്യുന്നു, കർത്താവ് മലദേവനാണ്, സമതലദേവൻ അല്ല എന്ന് സിറിയക്കാർ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഈ വമ്പിച്ച ജനതയെ നിന്റെ കയ്യിൽ അകപ്പെടുത്തും. ഞാനാണ് കർത്താവ് എന്ന് നിങ്ങൾ അറിയുകയും ചെയ്യും. അവർ 7 ദിവസം നേർക്കുനേരെ പാളയമടിച്ചു. 7-ാം ദിവസം അവർ യുദ്ധത്തിന് അടുത്തു. ഇസ്രായേൽക്കാർ ഒറ്റ ദിവസം കൊണ്ട് സിറിയക്കാരിൽ 1,00,000 കാലാൽ പടയാളികളെ കൊന്നു. ശേഷിച്ചവർ അഫേഗ് നഗരത്തിലേക്ക് ഓടിപ്പോയി. ശേഷിച്ചിരുന്നവരിൽ 27,000 പേരുടെ മേൽ പട്ടണം അതിൽ തകർന്നു വീണു. ബെൻഹദും പലായനം ചെയ്ത് നഗരത്തിലെ ഒരു ഉള്ളറയിൽ പ്രവേശിച്ചു. നോക്ക്, ഇസ്രായേലിന്റെ ദൈവം നമ്മുടെ ദൈവ. സി ഹൗ ഫോർച്ചുനേറ്റ് വി ആർ. നമ്മളൊരു പാട്ട് പാടാറുണ്ട്, എന്താ? യഹോവ ദൈവമാണ്, വിശുദ്ധ ജനത. നമ്മൾ എത്ര ഭാഗ്യപ്പെട്ടവരാ. യോഹന്നാൻ പറഞ്ഞു 1 John 3. നോക്കൂ, എത്ര വലിയ ഭാഗ്യമാണ്
പിതാവ് നമുക്ക് നൽകിയിരിക്കുന്നത് നാം ആ ദൈവത്തിന്റെ മക്കൾ എന്ന് അറിയപ്പെടുന്നു. യഹോവ ദൈവമാ വിശുദ്ധ ജനതതി. എവിടെ എഴുതിയിരിക്കുന്നതെന്ന് പറയാം. റെഫറൻസ് ജൂനിയർ. So that is Psalm 33:12 എന്ന് വായിച്ചു. കർത്താവ് ദൈവമായിട്ടുള്ള ജനത, തന്റെ അവകാശമായി അവൻ തിരഞ്ഞെടുത്തിട്ടുള്ള ജനം അനുഗ്രഹീതം. ഇംഗ്ലീഷ്. Blessed is the nation whose God is the Lord, the people whom he has chosen for his own inheritance. So blessed is the nation, blessed is the കർത്താവ് ദൈവമായിട്ടുള്ള ജനത, തന്റെ അവകാശമായി അവൻ തിരഞ്ഞെടുത്തിട്ടുള്ള ജനം അനുഗ്രഹീതം. നമ്മൾ ജെന്റൈൽസ് ആയിരുന്നു, but through Jesus Christ we are intimate, we are dear and near to the Lord. How fortunate we are. നമുക്ക് യഹോവ ദൈവമായിട്ടുള്ള ജനത അനുഗ്രഹിക്കപ്പെട്ടത്, കർത്താവ് ദൈവമായിട്ടുള്ള ജനത തൻ്റെ അവകാശമായി അവൻ തിരഞ്ഞെടുത്തിട്ടുള്ള ജനം. നമ്മൾ ഈ ഭവനം അനുഗ്രഹിക്കപ്പെട്ടതെന്നൊന്നും എഴുതി വെക്കേണ്ട ആവശ്യമില്ല. ഇഫ് യു ആർ ലിവിങ് ഫോർ ദി ലോർഡ്, ഇസ്രായേലിന്റെ ദൈവം നമ്മുടെ ദൈവമാണെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തു വഴി ഈ സൃഷ്ടാവുമായിട്ട് രമ്യപ്പെട്ട് ദൈവത്തിന്റെ മക്കളായിട്ട് ജീവിക്കുന്നവരാണെങ്കിൽ, നമ്മുടെ ഗ്രേറ്റ്നെസ് മെനി ടൈംസ് വി ആർ അണ്ടർ എസ്റ്റിമേറ്റ്. വി ആർ സോ ഗ്രേറ്റ് എ പീപ്പിൾ ലിവിങ് ഓൺ ദി സർഫസ് ഓഫ് ദി എർത്ത്. ഇതിന്റെ ഓപ്പോസിറ്റും കൂടി ഒന്ന് ഓർക്കുന്നത് ഇറ്റ്സ് ഗുഡ്. അതായത് യഹോവ ദൈവമായിട്ടുള്ള ജനം, കർത്താവ് ദൈവമായിട്ടുള്ള ജനം അനുഗ്രഹിക്കപ്പെട്ടത്. ഇതിന്റെ ഓപ്പോസിറ്റ് എവിടെ എഴുതിയേക്കുന്നതെന്ന് പറയാം. നിന്നെ സേവിക്കാത്ത ജനതയും നിന്നെ സേവിക്കാത്ത രാജ്യവും നശിക്കും. വേർ ഇറ്റ് ഈസ് റിട്ടൺ. ഐസയ 60:12 വായിക്കാം. നിനക്ക് സേവ ചെയ്യാത്ത ജനതയും രാജ്യവും നശിക്കും. ആ ജനതകളെ പൂർണ്ണമായും നശിപ്പിക്കും എന്ന് വായിക്കും. ഇംഗ്ലീഷിൽ. For the nation and the kingdom which will not serve you will perish. The nation and kingdom which is not serving you will perish. ആലോചിച്ച് നോക്ക്. How fortunate we are. അപ്പൊ ഇത്രയൊരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറയുന്നത്, ഈ ബലിയാം ഇനി വന്നുകൊണ്ട്, ബലിയാം ദൈവത്തിന്റെ നല്ല പ്രവാചകനായതുകൊണ്ട്, ദാറ്റ് വാസ് എ ഹിസ്റ്ററി ഓഫ് ദാറ്റ് സിറ്റുവേഷൻ. അവര് എല്ലാ ദൈവങ്ങളും ഒരുപോലെ. അപ്പൊ ബലിയാമിനെ സംബന്ധിച്ചും ബാലാക്ക് പറഞ്ഞു, വന്ന് ഈ ജനത്തെ ശപിക്കണം, ആ ജനത്തെ ശപിക്കണമെങ്കിൽ ആ ജനത്തിന്റെ ദൈവത്തെ കൊണ്ട് ശപിപ്പിക്കുന്നതാണ് ഏറ്റവും ഈസി. അപ്പം ബലിയാമിനെ സംബന്ധിച്ച് ബലിയാം പല ദൈവങ്ങളെയും കോണ്ടാക്ട് ചെയ്യുന്ന ഒരു പ്രവാചകന, ഭവിഷ്യത്ത് പ്രവാചകന. ഹി വാസ് നോട്ട് എ ഗുഡ് പ്രൊഫറ്റ്. അപ്പൊ ഇതില് എഗെയിൻ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു സംഭവം ദൈവം ബലിയാമിനോട് അരുളി ചെയ്തു. ബലിയാം കർത്താവ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അപ്പൊ ഇവിടെ ശപിക്കാൻ വേണ്ടിയിട്ട് ബലിയാമിനെ വിളിക്കാൻ വേണ്ടി ബാലാക്ക് ആൾക്കാരെ വിട്ടു. അതിനു മുമ്പായിട്ട് അതിന്റെ ഈ 22 നമ്പേഴ്സ് 22:9 വായിക്കുമ്പോൾ, ഇതിൽ നമ്മൾ ആ ദൈവവുമായിട്ടുള്ള ബലിയാമിന്റെ ബന്ധം ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയാ. ദൈവം ബലിയാമിന്റെ അടുക്കൽ വന്ന്, ആരാണ് നിന്റെ കൂടെയുള്ള ഈ മനുഷ്യർ എന്ന് ചോദിച്ചു. ബലിയാം ദൈവത്തോട് പറഞ്ഞു, മോവാബ് രാജാവ് സിപ്പോറിന്റെ പുത്രനുമായ ബാലാക്ക് എന്റെ അടുക്കൽ ആളയച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഇതാ ഒരു ജനത ഈജിപ്തിൽ നിന്ന് വന്ന് ഭൂമുഖം മൂടിയിരിക്കുന്നു. നീ വന്ന് എനിക്ക് വേണ്ടി അവരെ ശപിക്കുക, എങ്കിൽ അവർക്കെതിരെ യുദ്ധം ചെയ്ത് അവരെ പുറത്താക്കാൻ എനിക്ക് കഴിഞ്ഞേക്കും. ഹി വാസ് നോട്ട് കോൺഫിഡൻസ്, സോ പവർഫുൾ ആൻ എനിമി ഈസ് ദേർ. അപ്പൊ ഇതില് ദൈവം ബലിയാമിനോട് കൽപ്പിച്ചു, നീ അവരുടെ കൂടെ പോകരുത്, ആ ജനത്തെ ശപിക്കരുത്, അവർ അനുഗ്രഹീതരാകുന്നു. ബലിയാം പ്രഭാതത്തിൽ എഴുന്നേറ്റ് ബാലാക്കിന്റെ പ്രഭുക്കന്മാരോട് പറഞ്ഞു, നിങ്ങൾ സ്വദേശത്തേക്ക് മടങ്ങുവിൻ, നിങ്ങളോട് ഒന്നിച്ചു വരാൻ കർത്താവ് എനിക്ക് അനുമതി നൽകിയിട്ടില്ല. ഈ 2 ഡിഫറെന്റ് വേർഡ്സ് ഐ വാണ്ട് ടു റിമൈൻഡ് യു. ഇവിടെ നമ്മൾ വായിക്കും, ദൈവം ബലിയാമിനോട് അരുളി ചെയ്തു. ദൈവം എന്നുള്ളതൊരു കോമൺ വേർഡാ, തിയോ, അല്ലെങ്കിൽ എല്ലാവരുടെയും ദൈവം. അപ്പൊ നമ്മൾ കേരളത്തിലൊക്കെ കോണ്ടെക്സ്റ്റ് എടുത്താൽ ഇലക്ഷൻ വരുമ്പോൾ മാർക്സിസ്റ്റുകാരല്ലാത്തവരൊക്കെ ദൈവവിശ്വാസികൾ, കേരള കോൺഗ്രസും മുസ്ലിം ലീഗും, അവരൊക്കെ അങ്ങനത്തെ ഒരു കോമൺ ടേമാ. ദൈവം ബലിയാമിനോട് അരുളി ചെയ്തു. പക്ഷെ ഇവിടെ ബലിയാം പറയുന്നിടത്ത് കർത്താവ് എന്നുള്ള വേർഡ് ഉപയോഗിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് കർത്താവ് എന്നുള്ള വേർഡ് ഉപയോഗിക്കാൻ റൈറ്റ് ഉണ്ട്. ഇറ്റ്സ് എ കവനന്റ് റിലേഷൻ. അത് യഹൂദർക്ക് മാത്രമേ അതിനുള്ള റൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ബാലാക്ക് ബലിയാം കർത്താവ് എന്ന് പറയുന്നുണ്ട് മെനി ടൈംസ്.
പക്ഷെ ദൈവം ആ ബലിയാനോട് സംസാരിക്കുന്നതായിട്ട് പരിശുദ്ധാത്മാവ് എഴുതിയേക്കുന്നിടത്ത് കർത്താവ് ബലിയാമിനോട് അരുളി ചെയ്തെന്ന് നെവർ ഇറ്റ് ഈസ് റിട്ടൺ എല്ലാം ദൈവം അരുളി ചെയ്തെന്ന. യു ക്യാൻ ടേക്ക് ദി വേഴ്സ് 9 then 12. ദൈവം ബലിയാമിനോട് അരുളി ചെയ്തു. then വേഴ്സ് 18. എന്നാൽ ബലിയാം ബാലാക്കിന്റെ ദാസന്മാരോട് പറഞ്ഞു, തീർച്ചയായും അതിന്റെ 20. ദൈവം ആ രാത്രി ബലിയാമിന്റെ അടുക്കൽ വന്ന് അരുളി ചെയ്തു. അപ്പോൾ ഇറ്റ് ഈസ് റിട്ടൺ ബൈ ഹോളി സ്പിരിറ്റ്. അവിടെ ബലിയാമിനോട് കർത്താവ്, ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയാം, ബലിയാമിനോട് കർത്താവ് അരുളി ചെയ്തെന്ന് നോവേർ ഇറ്റ് ഈസ് റിട്ടൺ. ബലിയാം കർത്താവ് എന്ന് യൂസ് ചെയ്യുന്നുണ്ട്. ബലിയാമിനെ സംബന്ധിച്ച് കർത്താവും ബലിയാമിന്റെ ദൈവവും അസീറിയൻ ദൈവവും, കാരണം ഇസ്രായേൽക്കാർ അഡ്രസ്സ് ചെയ്യുന്ന ആ രീതിയിൽ അഡ്രസ്സ് ചെയ്യുന്ന നോ പ്രോബ്ലം. ഇപ്പൊ നമുക്ക് നമ്മുടെ ജാതികളായിട്ടുള്ള സഭകൾ, അല്ലെങ്കിൽ ലവോഡീഷ്യൻ ചർച്ച്, ജെൻഡൈൽ ചർച്ചസ്, അല്ലെങ്കിൽ ബാബിലോണിയൻ സഭകളായിട്ടുള്ള കത്തോലിക്ക, ഓർത്തോമ, കോപ്റ്റിക്, ഇങ്ങനെ ഒത്തിരി അപ്പോസ്റ്റസി വന്നതിന് ശേഷമുള്ള ചർച്ചസ് ഉണ്ട്. ഇവരും കർത്താവ് തന്നെ ഉപയോഗിക്കുന്നത്. സെയിം വേ. അപ്പൊ നമ്മൾ അതിനൊരു സീരിയസ് ഇതായിട്ട് ചിന്തിച്ച് ബലിയാൻ നല്ലൊരു പ്രവാചകനാണെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. എല്ലാ ക്രിസ്ത്യാനികളും കർത്താവ് എന്നാണ് പറയുന്നത്. ബട്ട് ദർ ഇസ് നോ റിലേഷൻ. അതായത് ഇഫ് എ പേഴ്സൺ ഈസ് നോട്ട് ബോൺ അഗെയിൻ, ഹി ഈസ് നോട്ട് എ ചൈൽഡ് ഓഫ് ഗോഡ്. രക്ഷിക്കപ്പെടാത്ത ഒരാൾക്ക് ഈ കവനന്റ് റിലേഷൻ ഇല്ല. അത് ഒരു സ്റ്റേജിൽ മോശയോട് ദൈവം പറയുന്നുണ്ട്. ദാറ്റ്സ് ഇൻ ഡ്യൂട്രോമി ആണെന്ന് തോന്നുന്നു. ഡ്യൂട്രോമി 6 ഡ്യൂട്രോമി ആണോ എക്സോഡസ് ആണോ? എക്സോഡസ് ആയിരിക്കും. എക്സോഡസ് 6 അത് എക്സോഡസ് 6 കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഞാൻ ഫറവോനോട് എന്ത് ചെയ്യുമെന്ന് നീ ഇപ്പോൾ കാണും. കരുത്തുറ്റ കരം കാരണം അയാൾ അവരെ പറഞ്ഞയക്കും. അതെ, ഒരു കരുത്തുറ്റ കരം കാരണം തൻ്റെ ദേശത്ത് നിന്ന് അയാൾ അവരെ പുറത്തയച്ച് കളയുക തന്നെ ചെയ്യും. ദൈവം മോശയോട് വീണ്ടും അരുളി ചെയ്തു, ഞാൻ കർത്താവാകുന്നു. അബ്രാഹാമിനും ഇസഹാക്കിനും യാക്കോബിനും സർവശക്തനായ ദൈവമായി ഞാൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കർത്താവ് എന്ന എൻ്റെ നാമത്തിൽ ഞാൻ അവർക്ക് എന്നെ വെളിപ്പെടുത്തിയിട്ടില്ല. അവർ പ്രവസിച്ചിരുന്ന കാനാൻ ദേശം അവർക്ക് കൊടുക്കും എന്ന് ഞാൻ അവരുമായി എൻ്റെ ഉടമ്പടി സ്ഥാപിച്ചു. സോ കവനന്റ്, ദി കവനന്റ് റിലേഷൻ ഡിക്ലെയർ ചെയ്യുന്ന നെയിം ആ കർത്താവ്, ലോർഡ്. അപ്പൊ ഇവിടെ മോശ അബ്രാഹാമിനും ഇസാക്കിനും യാക്കോബിനും ഓൾമൈറ്റി ഗോഡായിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ബട്ട് ദി കവനന്റ് റിലേഷൻ റിവീൽഡ് ആകുന്ന ഈ സമയത്താണ്. അപ്പൊ ഇതില് കവനന്റ് റിലേഷൻ വെച്ചിട്ടാണ് ഈജിപ്തിൽ നിന്ന് അവരെ പുറത്തേക്ക് കൊണ്ടുവന്നത്. സെയിം വേ ഇവിടെ ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യുവാണ്, പരിശുദ്ധാത്മാവ് ബലിയാമിനോട് ദൈവം സംസാരിക്കുന്നിടത്ത് എഴുതിയേക്കുന്നിടത്തെല്ലാം ദൈവം അരുൾ ചെയ്തെന്ന് എഴുതിയേക്കുന്ന. അറ്റ് ദി സെയിം ടൈം ബലിയാം പറയുന്നുണ്ട് കർത്താവ് എന്നോട് സംസാരിച്ചെന്ന് പറയുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഹി എൻറ്റേർഡ് ഇൻ ടു കവനന്റ് റിലേഷനിൽ എൻ്റർ ചെയ്തേക്കുന്ന ആളായതുകൊണ്ടല്ല ഇന്ന് രക്ഷിക്കപ്പെടാത്ത എല്ലാ ക്രിസ്ത്യാനികളും കർത്താവ് എന്ന് പറയുന്ന പോലെ തന്നെ അവർ കർത്താവ് എന്ന് പറയാൻ ആക്ച്വലി നോ റൈറ്റ്. യു ക്യാൻ സേ. ഇപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ വെൻ ഐ വാസ് സ്റ്റഡിങ് ഇൻ നോർത്ത് ഇന്ത്യ, എൻ്റെ ഒരു അടുത്ത ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങേരുടെ വീട്ടിൽ പോകുമ്പോൾ അങ്ങേരെ അപ്പനെ പപ്പാന്ന് വിളിക്കുന്നത്, ഞാനും പപ്പാന്ന് വിളിച്ചിരുന്നു. സെയിം വേ ഇന്ന് രക്ഷിക്കപ്പെടാത്തവർ കർത്താവ് എന്ന് വിളിക്കുന്ന അങ്ങനെയുള്ളൂ. പപ്പാന്ന് വിളിച്ചു, പക്ഷേ അവരുടെ വീട്ടു പ്രോപ്പർട്ടി ഷെയർ ചെയ്യുമ്പോൾ ഞാൻ പപ്പാന്ന് വിളിച്ചതിന്റെ പേരിൽ എനിക്കൊന്നും തരില്ല. സെയിം വേ ഇപ്പൊ ഈ രക്ഷിക്കപ്പെടാത്തവർ കർത്താവ് എന്ന് വിളിച്ചതിന്റെ പേരിൽ ദർ ഇസ് നോ സ്റ്റാൻഡിങ്. യു ഹാവ് ടു നോ ഇറ്റ്. ദൈവം ഒരു സീരിയസ് ആയിട്ടുള്ള ദൈവം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതിനകത്ത് അബ്സല്യൂട്ട്ലി നത്തിങ് റോങ്. അപ്പൊ കമ്മിങ് ബാക്ക് ടു നമ്പേഴ്സ് 22, അപ്പൊ ബലിയാമിനോട് ദൈവം അരുളി ചെയ്തു, പക്ഷെ ബലിയാം മെനി ടൈംസ് കർത്താവ് അരുളി ചെയ്തെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ കമ്മിങ് ബാക്ക് ടു 22 വേഴ്സ് 7 തുടങ്ങി വായിക്കുമ്പോൾ, മോവാബിലെയും മിദ്യാനിലെയും മൂപ്പന്മാർ പ്രശ്നം പറയുന്നതിനുള്ള ദക്ഷിണയുമായി ബലിയാമിന്റെ അടുക്കൽ ചെന്ന് ബാലാക്കിന്റെ സന്ദേശം അറിയിച്ചു. അയാൾ അവരോട് പറഞ്ഞു, ഈ രാത്രി ഇവിടെ താമസിക്കുക, കർത്താവ് അറിയിക്കുന്നവ ഞാൻ നിങ്ങളോട് പറയാം. അപ്രകാരം മോവാബിലെ പ്രഭുക്കന്മാർ ബലിയാമിന്റെ കൂടെ താമസിച്ചു. ദൈവം ബലിയാമിന്റെ അടുക്കൽ വന്ന്, ആരാണ് നിന്റെ കൂടെയുള്ള ഈ മനുഷ്യർ എന്ന് ചോദിച്ചു. ബലിയാം ദൈവത്തോട് പറഞ്ഞു, മോവാബ് രാജാവും സിപ്പോറിന്റെ പുത്രനുമായ ബാലാക്ക് എന്റെ അടുക്കൽ ആളയച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഇതാ ഒരു ജനത ഈജിപ്തിൽ നിന്ന് വന്നു ഭൂമുഖം മൂടിയിരിക്കുന്നു. നീ വന്ന് എനിക്ക് വേണ്ടി അവരെ ശപിക്കുക, എങ്കിൽ അവർക്കെതിരെ യുദ്ധം ചെയ്ത് അവരെ പുറത്താക്കാൻ എനിക്ക് കഴിഞ്ഞേക്കും.
ദൈവം ബിലിയാമിനോട് കൽപ്പിച്ചു, നീ അവരുടെ കൂടെ പോകരുത്, ആ ജനത്തെ ശപിക്കുകയും അരുത്, അവർ അനുഗ്രഹീതരാകുന്നു. ആക്ച്വലി ഈ സ്റ്റോറി അവിടെ അവസാനിക്കേണ്ടതാണ്. ബാലാക്കിന്റെ ബിലിയാം പ്രഭാതത്തിൽ എഴുന്നേറ്റ് ബാലാക്കിന്റെ പ്രഭുക്കന്മാരോട് പറഞ്ഞു, നിങ്ങൾ സ്വദേശത്തേക്ക് മടങ്ങുക, നിങ്ങളോടൊന്നിച്ച് വരാൻ കർത്താവ് അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ദൈവം അല്ലെങ്കിൽ ബലിയാമിനോട് സംസാരിച്ചു. കാരണം നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, നമുക്ക് വേണ്ടി ദൈവം എല്ലാ മുഖാന്തരങ്ങളിലൂടെയും പ്രവർത്തിക്കും. അപ്പൊ ഇവിടെ ഇസ്രായേലിനെ രക്ഷിക്കാൻ വേണ്ടി ഭവിഷ്യത്ത് പ്രവാചകനോട് ദൈവം ഒരു മെസ്സേജ് കൊടുത്തു, അവരെ ശപിക്കാനായിട്ട് നീ പോകണ്ട, കാരണം അവർ അനുഗ്രഹിക്കപ്പെട്ട ജനമാണ്, നീ പോകണ്ട, നിങ്ങൾ സ്വന്തം ദേശത്തേക്ക് മടങ്ങുകയും നിങ്ങളോടൊന്നിച്ച് വരാൻ കർത്താവ് എനിക്ക് അനുമതി നൽകിയിട്ടില്ല. അതുകൊണ്ട് മോവാബിലെ പ്രഭുക്കന്മാർ തിരിച്ചുപോയി ബാലാക്കിനെ അറിയിച്ചു, ഞങ്ങളുടെ കൂടെ വരാൻ ബലിയാം വിസമ്മതിക്കുന്നു. ഇതിനകത്ത് നമുക്കൊത്തിരി മെസ്സേജ് ഉണ്ട്. കാരണം ബലിയാമിനെ കർത്താവ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, പത്രോസ് പറഞ്ഞു, യൂദ പറഞ്ഞു. ഈ സ്റ്റേജ് വരെ ബലിയാം ഗുഡ് എക്സാമ്പിളാണ്. അതായത് ദൈവത്തിന്റെ വചനം കേട്ട് അനുസരിക്കുന്നതിനൊരു നല്ല എക്സാമ്പിളാണ്. നമുക്ക് ഉന്നതരായിട്ടുള്ള ആൾക്കാരാ വിളിക്കാൻ വന്നത്, അതായത് രാജാവിന്റെ ഡെപ്യൂട്ടീസാ. പക്ഷേ ഇത് ഭവിഷ്യത്ത് പ്രവാചകനാണെങ്കിലും കുറെ പല മന്ത്രവാദികളും ഒരു രക്ഷിക്കപ്പെട്ട ഒരാളുടെ സാക്ഷ്യം ഞാൻ ഓർക്കുന്നു. ബോംബെന്ന് ഒരു മന്ത്രവാദി രക്ഷിക്കപ്പെട്ടപ്പോൾ അങ്ങേര് പറഞ്ഞ കുറെ സാക്ഷ്യങ്ങളുടെ കൂട്ടത്തിലുള്ളതാണ്. അതായത് ഇതുപോലെ കൂടോത്രം ചെയ്യിക്കാൻ, അങ്ങേര് മന്ത്രവാദി ആയിരുന്നപ്പോൾ ഈ കൂടോത്രം ചെയ്യിക്കാൻ വേണ്ടി ആൾക്കാർ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടെന്ന്. അതായത് യേശുക്രിസ്തുവിനെതിരെ ഉള്ളതാണെങ്കിൽ ഞാൻ ചെയ്യില്ല, കാരണം അത് ഫലിക്കില്ല. സെയിം വേ ഈ ബലിയാം ഇങ്ങനെ എല്ലാ ദൈവങ്ങൾക്കും എതിരെ മന്ത്രവാദം ചെയ്യുന്ന ആളായതുകൊണ്ട് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, ഇസ്രായേലിന്റെ ദൈവം അവരെ ശപിക്കാൻ വില്ലിങ് അല്ല, അവരെ അനുഗ്രഹിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് അവരെ മടക്കി അയച്ചു. അപ് ടു ദിസ് സ്റ്റേജ് ബലിയാം ഈസ് എ ഗുഡ് എക്സാമ്പിൾ ഓഫ് ഇൻസ്റ്റന്റേനിയസ് ഒബീഡിയൻസ്. പക്ഷെ ഇതുവരെ ഈ ഒരു സ്റ്റേജിൽ നോക്കുമ്പോൾ ക്രിസ്ത്യൻ ലൈഫ്, അത് കർത്താവ് പറഞ്ഞൊരു വാക്ക് ഈ സമയത്ത് ഓർക്കുന്നത് ഇറ്റ്സ് വെരി ഗുഡ്. അതായത് അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. നമ്മൾ വെതക്കാരന്റെ ഉപമ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാ. പാറപ്പുറത്ത് വീണ വിത്ത് സന്തോഷത്തോടെ സ്വീകരിച്ചു, ക്വിക്ക് ഒബീഡിയൻസ്, സന്തോഷം അല്ലെങ്കിൽ നല്ല ഉണർവ്. പക്ഷെ ഇത് മുമ്പോട്ട് ജീവിതയാത്ര പോകുമ്പോഴാണ് മനുഷ്യന്റെ തനിനിറം പുറത്തു വരുന്നത്. നമ്മൾ ഈ റീസെന്റ് ചിന്തിച്ചതാ. അതായത് സർപ്പദംശനം ഇസ്രായേൽക്കാർക്ക് ഉണ്ടായത് എപ്പോഴാണ് ഓർക്കുന്നോ? യാത്ര നീണ്ടപ്പോഴാണ്. ഒരു പേജ് പുറകോട്ട് നോക്കിയാൽ മതി. നമ്പേഴ്സ് 21 എടുക്കുമ്പോൾ ഏതോം ദേശം ചുറ്റി വളഞ്ഞു പോകാൻ അവർ 21:4 ഏതോം ദേശം ചുറ്റി വളഞ്ഞു പോകാൻ അവർ ഹോർ പർവ്വതത്തിൽ നിന്ന് ചെങ്കടലിലേക്കുള്ള വഴിയെ യാത്ര പുറപ്പെട്ടു. വഴിക്ക് വെച്ച് ജനങ്ങൾ അക്ഷമരായി. 21:4 ഇംഗ്ലീഷ് വായിക്കാം. Then they set out from Mount Hor by the way of the Red Sea to go around the land of Edom, and the people became impatient because of the journey. So people became, ഇതൊക്കെ ബുദ്ധി ഉപദേശിക്കാൻ വേണ്ടി എഴുതി വെച്ചേക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇത് മനസ്സിലാക്കിയത് കൊണ്ട് നമ്മൾ രക്ഷപ്പെടത്തില്ല. ഇറ്റ് റിക്വയർസ് കമ്മിറ്റ്മെന്റ് ടു ദി വേർഡ്. നമ്മൾ ആദ്യം ചിന്തിച്ചതുപോലെ ഇവയെ അനുസരിക്കുന്നതിൽ വലിയ പ്രതിഫലമുണ്ട്. പഠിക്കുന്നത് നല്ലതാ, പക്ഷെ അത് അനുസരിക്കാതിരുന്നാൽ പഠനം നമുക്ക് ദൂഷ്യമായി തീരും. അപ്പോൾ ഇവിടെ ദി പീപ്പിൾ ബിക്കെയിം ഇംപേഷ്യന്റ് ബിക്കോസ് ഓഫ് ദി ജേർണി. നമ്മൾ പലരും ക്രിസ്ത്യ ജീവിതം ആരംഭിച്ചിട്ടുള്ളൂ. ഐ ഹാവ് കംപ്ലീറ്റഡ് 33 years. ഇനി എത്ര വർഷം കൊണ്ട് യാത്ര എന്നുള്ളത് എനിക്ക് അറിയത്തില്ല, ഐ ഡോണ്ട് നോ. ബട്ട് ഇത് ഓടിയെത്തിച്ചാലേ ഇതിന് കിരീടമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ലോകത്തിലെ എക്സാമ്പിൾ എടുത്താൽ ഒരു റേസും അത് സ്റ്റാർട്ടിങ്ങിൽ മുമ്പിലായതുകൊണ്ട് കിരീടം കിട്ടത്തില്ല. നോ, ഹൗ യു ആർ കംപ്ലീറ്റിംഗ് ദി റേസ് എന്നുള്ളത് ഇമ്പോർട്ടൻറ്റ്. ഹൗ യു ആർ സ്റ്റാർട്ടിംഗ് ദി റേസ് എന്നുള്ളതിന് അബ്സല്യൂട്ട്ലി സീറോ വാല്യൂ. യു മേ ബി far ahead of many others in the beginning, but when you are finishing. So ഇവിടെ ഈ യാത്ര നീണ്ടപ്പോൾ അവർ ഇംപേഷ്യൻ്റ് ആയി. അപ്പോൾ ദൈവം ഇംപേഷ്യൻ്റ് ആയി കഴിഞ്ഞപ്പോൾ ഇംപേഷ്യൻസിന്റെ ചില സൈൻസ് ഉണ്ട്. ഇംപേഷ്യൻ്റ് ആയപ്പോൾ അവര് ജനങ്ങൾ ദൈവത്തിന് മോശയ്ക്കും എതിരായി സംസാരിച്ചു. സോ ഇൻ റെസ്പെക്ട്, ഇഫ് യു ആർ ടോക്കിംഗ് അഗൻസ്റ്റ് എനി ഇൻഡിവിജ്വൽ, അല്ലെങ്കിൽ വേറൊരാളുടെ പ്രവൃത്തിയെ നമ്മൾ
ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ യു ആർ ഇൻ ദി സെയിം റൂട്ട്, അല്ലെങ്കിൽ ഇനി ചർച്ചിലായിക്കൊള്ളട്ടെ, എവിടെ ആയിക്കൊള്ളട്ടെ, ഇനി ജോലി ചെയ്യുന്ന സ്ഥലത്തായിക്കൊള്ളട്ടെ, നമ്മുടെ ബോസ് ആയിക്കൊള്ളട്ടെ, ശരി ബോസിന്റെ പോക്ക് ശരിയല്ലനോ, ബോസിനെ അവിടെ ആക്കി വെച്ചിരിക്കുന്നത് ദൈവമാണ്. വെൻ യു ആർ ടോക്കിംഗ് അഗൈൻസ്റ്റ് യുവർ അതോറിറ്റീസ് യു ആർ ടോക്കിംഗ് അഗൈൻസ്റ്റ് ഗോഡ്. അപ്പൊ ഇവിടെ യാത്ര നീണ്ട് അതിനകത്ത് സന്തോഷത്തോടെ യാത്ര തുടരാതിരിക്കുന്നതിന്റെ സയൻസ് ആണ് ടോക്കിംഗ് അഗൈൻസ്റ്റ് ദി അതോറിറ്റീസ്, ടോക്കിംഗ് അഗൈൻസ്റ്റ് ദി ഓൾമൈറ്റി. ഓൾമൈറ്റിക്ക് അഗൈൻസ്റ്റ് ആയിട്ട് സംസാരിക്കില്ല, ബട്ട് നമ്മുടെ മുകളിലുള്ള എല്ലാ അധികാരത്തെയും ആക്കി വെച്ചിരിക്കുന്ന ആരാ? എവിടെ എഴുതിയിരിക്കുന്ന എവിടെയാ? കാരണം ഇത് അറിഞ്ഞേ പറ്റും. കാരണം നമ്മളിത് ഓടി കംപ്ലീറ്റ് ചെയ്തിട്ട് കാര്യമില്ല. റോമൻസ് 13 ദൈവത്തിൽ നിന്നല്ലാത്ത ഒരധികാരവും ഇല്ല. വി ഷുഡ് നോ ഇറ്റ്. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ മുകളിലാക്കി വെച്ചിരിക്കുന്ന ബോസ്, നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നിടത്ത് നമ്മുടെ മുകളിലുള്ള ചർച്ചിലെ എൽഡേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മളെക്കാൾ പ്രായമുള്ള മുതിർന്നവര്, ഇതെല്ലാം ദൈവമാക്കി വെച്ചേക്കുന്ന റോമൻസ് 13 ഒന്ന് വായിക്കാം. അസൈം ഒരു വേർഡ് വായിച്ചാൽ മതി. എല്ലാവരും ഭരണാധികാരികൾക്ക് വിധേയരായിരിക്കട്ടെ, കാരണം ദൈവത്തിൽ നിന്നല്ലാതെ ഒരു അധികാരവും ഇല്ല. വേഴ്സ് 1. നിലവിലുള്ള അധികാരങ്ങൾ ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടവയാണ്. അതായത് എല്ലാവരും ഭരണാധികാരികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ മുകളിൽ ദൈവം ആക്കി വെച്ചിരിക്കുന്ന അധികാരങ്ങൾക്ക് വിധേയരായിരിക്കട്ടെ, കാരണം ദൈവത്തിൽ നിന്നല്ലാതെ ഒരധികാരവും ഇല്ല. നിലവിലുള്ള അധികാരങ്ങൾ ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടവയാണ്. അതുകൊണ്ട് അധികാരത്തെ എതിർക്കുന്നവൻ ദൈവം നിശ്ചയിച്ച ക്രമത്തെ എതിർക്കുന്നു, അവർക്ക് ശിക്ഷാവിധി ഉണ്ടാകും തീർച്ച. അപ്പൊ ഇതില് നമ്മള് വെൻ യു ആർ ഇംപേഷ്യന്റ്, നാട്ടിൽ പറയുന്ന പോലെ നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മുടെ പ്രശ്നം കൊണ്ടായിരിക്കും പ്രശ്നം ഉണ്ടാകുന്നത്, പക്ഷെ നമ്മളത് എക്സ്പ്രസ് ചെയ്യുന്നത് നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരിൽ തെറ്റ് കണ്ടുപിടിച്ചുകൊണ്ടായിരിക്കും. മനുഷ്യന്റെ ഹൃദയം ഭോഷതം. Proverbs 19 എടുക്കുമ്പോൾ Proverbs 19 I think there is a word and 3 വായിക്കുമ്പോൾ മനുഷ്യന്റെ ഭോഷത്വം അയാളെ നാശത്തിലേക്ക് നയിക്കുമ്പോൾ അയാളുടെ ഹൃദയം കർത്താവിനെതിരെ രോഷം കൊള്ളും. ഇംഗ്ലീഷ് 19:3 The foolishness of man ruins his way, and his heart rages against the Lord. Okay. The foolishness of man ruins his way. So the foolishness of man ruins his way. നമ്മുടെ മണ്ടത്തരം കൊണ്ടാണ് നമ്മൾ ഓരോ പൊട്ടത്തരത്തിലും അബദ്ധത്തിലും ഫൂളിഷ്നെസ്സിലും എല്ലാം നമ്മുടെ കയ്യിലിരിപ്പിന്റെ ഫലം കൊണ്ട് നമ്മൾ നാശത്തിൽ ചെന്ന് ചാടുമ്പോൾ നമ്മൾ പഴിക്കുന്നത് ദൈവത്തെ ആയിരിക്കും. നമുക്ക് ഇഫ് യു ആർ ഗോയിങ് ടു ദി ബുക്ക് ഓഫ് റൂത്ത് എടുക്കണ്ട. റൂത്ത് നവോമി പറയുന്നത്, ഞാൻ നിറവുള്ളവളായിട്ട് വന്നു, ഇപ്പൊ ഒന്നും ഇല്ലാത്തവളായിട്ട് പോകുന്നു, അതുകൊണ്ട് നവോമി എന്നുള്ള എൻ്റെ പേര് മാറ്റിയിട്ട് എന്താക്കണം? മാറാന്നാക്കണം. നോക്ക്, സർവശക്തൻ എന്നോട് കഠിനമായിട്ട് പെരുമാറി. സർവശക്തൻ കഠിനമായിട്ട് ആരോടും പെരുമാറത്തില്ല. നിനക്ക് ദാരിദ്ര്യം വരുമ്പോ, നിന്നെ ദൈവം ശിക്ഷിക്കുമ്പോ നീ അവിടെ നിന്ന് അടികൊള്ളണം. ദൈവം അതുകൊണ്ടാണ് നമ്മൾ ഈ ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് ഓഫ് വർഷിപ്പ് ഒന്നും അഡോപ്റ്റ് ചെയ്യാത്ത. ദൈവം നമ്മുടെ ആരാധന മുടക്കിയപ്പോൾ വി ആർ ഇൻട്രോസ്പെക്റ്റീവ്. നമ്മൾ ഇന്റർനെറ്റ് ചർച്ചിലേക്ക് പോകാത്തതിന്റെ റീസൺ അതാണ്. കാരണം നമ്മൾ വി ആർ പ്ലീഡിങ് ഫോർ ഹിസ് മേഴ്സി. ഈ നവോമി നിൽക്കേണ്ട സ്ഥലത്ത് നിൽക്കാതെ ഗ്രീനർ പാസ്റ്റേഴ്സ് അന്വേഷിച്ചു പോയി. ഭർത്താവും മക്കളും ഉണ്ടായിരുന്നു. ഭർത്താവ് മരിച്ചു, മക്കളും മരിച്ചു, എല്ലാം ഗതികേടിലായി കഴിഞ്ഞപ്പോൾ പഴിക്കുന്ന ദൈവത്തെ, ഞാൻ നിറവുള്ളവളായിട്ട് വന്നു, സർവശക്തൻ എന്നോട് ക്രൂരമായിട്ട് പെരുമാറി. നോ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരിക്കലും നമ്മളോട് ക്രൂരമായിട്ട് പെരുമാറുന്നില്ല. ഹീസ് എ ലവിങ് ഗോഡ്. അതാ നമ്മൾ അറിയേണ്ട ഒരു കാര്യം. ഇപ്പോൾ ഇഫ് യു ആർ ഗോയിങ് ടു ജോബ് 11:6 വായിക്കുമ്പോൾ, ജോബ് 11:6 നിന്റെ കുറ്റം അർഹിക്കുന്നതിൽ കുറച്ചു മാത്രമേ ദൈവം നിന്നിൽ നിന്ന് ഈടാക്കുന്നുള്ളൂ എന്ന് ഇനിയെങ്കിലും ധരിച്ചാൽ. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വാട്ട് എവർ ഹാർഡ്ഷിപ്പ് ഇൻ വിച്ച് വി ആർ നൗ, ദുഃഖങ്ങളുണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാകും, ദാരിദ്ര്യം ഉണ്ടാകും, രോഗം ഉണ്ടാകും, വാട്ട് എവർ ഇറ്റ് ഈസ്, ദൈവം അനുവദിക്കാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിലില്ല. വാട്ട് എവർ ഇറ്റ് ഈസ്,
പക്ഷെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, സർവശക്തനെതിരെ നമ്മൾ മർമർ ചെയ്യരുത്. ഇതിലെഴുതിയേക്കുന്ന പോലെ തന്നെ നിന്റെ കുറ്റം അർഹിക്കുന്നതിൽ കുറച്ച് മാത്രമേ ദൈവം നിന്നിൽ നിന്ന് ഈടാക്കുന്നുള്ളൂ എന്ന് നമ്മളെല്ലാവരും ധരിക്കേണ്ട ഒരു കാര്യമാണ്. നോക്ക്, നമ്മുടെ ക്യാരക്ടർ വെച്ച് നോക്കിയാൽ നമ്മളെ ഇന്ന് ജീവനോടെ ശേഷിപ്പിക്കാൻ പറ്റില്ല ദൈവത്തിന്. ദൈവത്തിന്റെ വിശാലമായിട്ടുള്ള കരുണ കൊണ്ടാണ് നമ്മൾ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത്. അപ്പൊ ഇതില് കമ്മിങ് ബാക്ക് ടു, അപ്പൊ ഇവര് ഇംപേഷ്യന്റ് ആയി. അപ്പൊ അവര് ദൈവത്തിന് മോശയ്ക്കും എതിരായിട്ട് സംസാരിച്ചു. നമ്മുടെ ജീവിതത്തിൽ നമ്മളിത് പഠിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഭോഷത്തരം കൊണ്ട് നമുക്കൊരു നാശങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജോലിയിൽ നമുക്കൊരു ഫെയിലിയർ വരുമ്പോൾ ഇമ്മീഡിയറ്റ്ലി നമ്മുടെ ഹയർ അതോറിറ്റീസിനെ കുറിച്ച് ചീത്തയായിട്ട് സംസാരിക്കാറുണ്ടോ? അല്ലെങ്കിൽ നമുക്കൊരു സ്പിരിച്വൽ ഡിബാക്കിൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഫെയിലിയർ വരുമ്പോൾ, അങ്ങനെ ഇങ്ങനെ പഠിപ്പിച്ചത് കൊണ്ടാണ്, അതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്, അല്ലെങ്കിൽ നമുക്ക് ഇതിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം. അപ്പൊ ഇവിടെ നമ്പേഴ്സ് 21 നമ്മൾ കണ്ടു, ദൈവത്തിന് മോശയ്ക്ക് എതിരായിട്ട് പിറുപിറുത്ത് കഴിഞ്ഞപ്പോൾ ദൈവം എന്താ ചെയ്തേ? ദൈവം അതിനെ അപ്രീഷിയേറ്റ് ചെയ്തില്ല. അപ്പൊ അവര് പറഞ്ഞു, ഈ മരുഭൂമിയിൽ കിടന്ന് മരിക്കാൻ, 21:5, ഈ മരുഭൂമിയിൽ കിടന്ന് മരിക്കാൻ ഞങ്ങൾ ഈജിപ്തിൽ നിന്ന് കൊണ്ടുപോകുന്നത് എന്തിന്? നമുക്ക് പാലും തേനും ഒഴുകുന്ന ദേശം കിട്ടുമെന്നൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് പോകുന്ന അന്ന് വലിയ സന്തോഷമായിരുന്നു. പക്ഷേ ഇന്ന് തന്നെ ആൾക്കാർ പലപ്പോഴും രക്ഷിക്കപ്പെടുന്നത് എല്ലാം കംഫർട്ടബിൾ ആയിരിക്കും, എല്ലാം പോസിറ്റീവ് ആയിരിക്കും എന്ന് വിചാരിച്ചു. നമുക്ക് നമ്മൾ റെവലേഷൻ വായിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. യോഹന്നാൻ ആ സമയത്ത് പത്മോസിൽ നിന്ന് ദ്വീപില് ഹാർഡ് ലേബറില് എക്സൈൽഡായിട്ട് കിടക്കുക. കർത്താവിനെ പിൻപറ്റിയപ്പോൾ എന്ത് വിചാരിച്ചാ പിൻപറ്റിയത്? അതായത് മിശിഹ ഉടനെ രാജ്യം റീഇൻസ്റ്റേറ്റ് ചെയ്യും. അമ്മയും അങ്ങനെ വിചാരിച്ച. അമ്മ വന്ന് കർത്താവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എൻ്റെ ഒരു മോനെ ഇടത് വയസ്സ് വരുത്തണം, ഒരു മോനെ വലത് വയസ്സ് വരുത്തണം. ഇപ്പോൾ യോഹന്നാൻ ഒരു കാര്യം മനസ്സിലായി, ക്രിസ്ത്യാനിറ്റി ഈസ് ഡിഫറെൻറ്റ്. കാരണം AD 70 ജെറുസലേം ക്യാപിറ്റലായിട്ട് ഇവരുടെ രാജ്യം വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ജെറുസലേം തന്നെ തകർക്കപ്പെട്ടു. അവിടെ ഇവിടെ ഫ്യൂ ചർച്ചസ് ഉണ്ട്, ഉള്ള ചർച്ചസ് തന്നെ ആകെ നാശോന്മുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ ജീവിതയാത്രയിൽ അതുകൊണ്ട് കർത്താവിനെ പിൻപറ്റാനായിട്ട് ഒരാൾ വന്നപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ നിന്നെ പിൻപറ്റും, എവിടെ പോയാലും ഞാൻ കൂടെ ഉണ്ടാവും. ഇറ്റ്സ് എ ഗുഡ്. നമ്മൾ ഈ റീസെന്റ് ചിന്തിച്ചതാ. കർത്താവ് എന്ത് പറഞ്ഞു? കുറുനരികൾക്ക് മാളങ്ങളുണ്ട്, പക്ഷികൾക്ക് കൂടുണ്ട്, മനുഷ്യപുത്രനെ പിൻപറ്റിയാല് മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല. അതിന്റെ അർത്ഥം കർത്താവിനെ പിൻപറ്റുന്ന ഒരു ഗതികേടിലാവുന്നല്ല. നോ, ഇറ്റ്സ് എ ഗുഡ് ടൈം ടു ഇൻട്രോസ്പെക്ട്. നമ്മൾ കർത്താവിനെ പിൻപറ്റിയേക്കുന്നത് ഇന്നായിരിക്കുന്ന ഭൗതിക പ്രശ്നത്തിൽ ദൈവം രക്ഷിക്കുന്ന കരുതിയാണോ, അതെയോ അതായത് സൃഷ്ടാവായിട്ടുള്ള ദൈവവുമായിട്ട് നിരപ്പ് പ്രാപിച്ച് നിത്യതയിൽ കർത്താവിനോടുകൂടി നമ്മൾ വരുമ്പോൾ ദർ മേ ബി ഡിഫറെന്റ് മോട്ടീവ്സ്. ഇറ്റ്സ് ഓക്കെ. കാരണം മനുഷ്യനിപ്പോൾ അത്ര ആത്മീയമൊന്നുമല്ല. അറ്റ് ദി സെയിം ടൈം, ബൈ ദിസ് ടൈം നമ്മൾ നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും നമ്മുടെ ലക്ഷ്യവും നമ്മൾ എങ്ങോട്ടേക്കാണ് പ്രയാണം ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതം ട്രാജഡിയാണ്. അപ്പൊ ഇവിടെ കർത്താവ് പറഞ്ഞ് എന്തെങ്കിലും കിട്ടും എന്ന് കരുതിയാണെങ്കിൽ എൻ്റെ കൂടെ പോരണ്ട, അതാ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നാൽ കർത്താവിൻ്റെ ഇതൊന്നും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ വന്ന പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ, അവര് പറഞ്ഞു ഞങ്ങൾക്ക് ഒന്നിനും കുറവുണ്ടായില്ല. ഇത് രണ്ടും രണ്ട് ആസ്പെക്റ്റാ. ഒന്ന് കിട്ടാൻ വേണ്ടി വരുന്നു, ഒന്ന് കിട്ടാൻ വേണ്ടിയല്ല വരുന്നത്. പത്രോസിനോട് കർത്താവ് ചോദിച്ചു, നിങ്ങളും പോകണമെങ്കിൽ പൊക്കോ. കർത്താവ് പറഞ്ഞു, എങ്ങോട്ട് പോകും? വൈ വി ആർ വിത്ത് യു, ഇറ്റ്സ് ബിക്കോസ് you have the words of eternal life. How or why we are with the Lord now? Is it because he's having the words of eternal life? Or the രോഗം മാറും, ഈ വീട് വെച്ച് തരും, സമ്പത്തുണ്ടാക്കി തരും, അല്ലെ മക്കൾക്ക് അനുഗ്രഹമായിരിക്കും, ഐശ്വര്യമായിരിക്കും. ഇതെല്ലാം these are all the light of moon. Moonlight is a reflection of light from sun. മൂൺ ഒരു ലൈറ്റും ഇല്ല. അല്ലെ നമുക്ക് അനുഗ്രഹവും ഐശ്വര്യവും എല്ലാം ദൈവം തരും ഡെഫിനറ്റ്ലി. കർത്താവിന്റെ മുഖത്തോട്ട് നോക്കി ഒരു ലജ്ജിതരായിട്ടില്ല ഒരു മുഖം പിന്നീട് ഒരിക്കലും ലജ്ജിച്ചിട്ടില്ല. ഒരിക്കലും ക്രിസ്ത്യൻ ലൈഫ് ഈസ് എ ചാലഞ്ചിങ്, അട്രാക്റ്റീവ്. ഇതിനോട് താരതമ്യം ചെയ്യാൻ ഉപ്പ് നല്ലതാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ ജീവിതം നല്ല, ഇതിനോട് താരതമ്യം ചെയ്യാൻ ഒന്നുമില്ല. അറ്റ് ദി സെയിം ടൈം യു ഹാവ് ടു ഫോളോ ദി ഫുഡ് സ്റ്റെപ്സ് ഓഫ് ദി ലോർഡ് ഇൻ ദി വേ ഹി എൻവിസേജസ് ഇറ്റ്. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയല്ല. ഇഫ് യു ആർ ഗോയിങ് ടു ഫസ്റ്റ് തിമോത്തി, ഞാൻ വീണ്ടും ഇതിലേക്ക് വരും, ഇങ്ങനെ ഡിഫറെന്റ് സ്ഥലത്തോടെ പോകുന്നേ ഉള്ളൂ. ഫസ്റ്റ് തിമോത്തി 6 എടുക്കുമ്പോൾ നമുക്ക് നമ്മൾ ഇതിൽ പെട്ടിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിക്കാൻ വേണ്ടിയാ. ഫസ്റ്റ് തിമോത്തി 6 എല്ലാവർക്കും അറിയാം,
ദ്രവ്യാഗ്രഹത്തെ കുറിച്ചൊക്കെ എഴുതിയ സ്ഥലമാണ്. നമ്മുടെ ആൾക്കാർക്കൊക്കെ അത്യാവശ്യം ദൈവത്തിന്റെ വചനം അറിയാം. അതിന്റെ 5 തുടങ്ങി വായിക്കുമ്പോൾ 1 തിമോത്തി 6:5 ഇതുകൊണ്ടാണ് ദുർബുദ്ധികളും സത്യബോധം ഇല്ലാത്തവരുമായ മനുഷ്യർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നത്. അടുത്ത സെന്റൻസ്, ദൈവഭക്തി ധനസമ്പാദനത്തിനുള്ള ഉപാധിയായി അവർ കണക്കാക്കുന്നു. സംതൃപ്തിയോട് കൂടിയ ദൈവഭക്തിയിൽ വലിയ നേട്ടമുണ്ട്. അപ്പോ ദൈവഭക്തി, അത് ഇംഗ്ലീഷ് വായിക്കും. But godliness actually is a means of great gain. Yeah, അതാ ഇത്തിരിയോടെ നല്ലത്. ധനസമ്പാദനത്തിനുള്ളതെന്നുള്ളതിനേക്കാൾ ഇറ്റ്സ് മോർ മീനിങ് ഫുൾ. ഇറ്റ്സ് എ വൈഡ് സ്പെക്ട്രം. ധനമല്ല, ഗോഡ്ലിനെസ് ഈസ് എ മീൻസ് ഓഫ് ഗെയിൻ. ഡു വി തിങ്ക് ലൈക്ക് ദാറ്റ്? ഗോഡ്ലിനെസ്, നമ്മൾ രക്ഷിക്കപ്പെട്ടത്, ഈസ് ഇറ്റ് എ മീൻസ് ടു ഗെയിൻ ഓർ ഈസ് ഇറ്റ് എ മീൻസ് ടു ഗീവ്? പൗലോസ് പറയാണ്, ഞാൻ എന്നെയും എനിക്കുള്ളതെല്ലാം നിങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു. എനിക്ക് നിങ്ങൾക്കുള്ളതല്ല വേണ്ടത്, ബട്ട് എഴുതിയിരിക്കുന്ന എവിടെയാ? Where it is written, you tell me. ഇതൊക്കെ എഴുതി വായിച്ച് പഠിച്ചേ പറ്റൂ. കാരണം these are all very important things. 2 Corinthians chapter 8. Second Corinthians chapter 8 or 12 ആയിരിക്കും. Sorry, 2 Corinthians chapter 12. ഇതില് verse 14. ഇംഗ്ലീഷ് എന്ന് വെച്ച്. Here for this third time I am ready to come to you, and I will not be a burden to you, for I do not seek what is yours, but you. അതിൽ എഴുതിയിരിക്കുന്നത്, എനിക്ക് നിങ്ങളെയാണ്, നിങ്ങൾക്കുള്ളവയല്ല വേണ്ടത്. So let us have the apostolic heart. എനിക്ക് നിങ്ങൾക്കുള്ളതല്ല വേണ്ടത്, നിങ്ങളെയാണ്. ഫിലിപ്പിയർ ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, എനിക്ക് കിട്ടേണ്ടത് അധികവും കിട്ടിക്കഴിഞ്ഞു. നമുക്ക് ഈ ഹാർട്ട് ഉണ്ടോ? അതെയോ? Godliness is a means of gain, or is it a means of giving? അതാ നമ്മൾ അറിയേണ്ട ഒരു കാര്യം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ കർത്താവിലേക്ക് വന്ന എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ we are in the wrong path. See, ദൈവം സഭയെ പണിയുന്നു. ഓൾഡ് ടെസ്റ്റമെന്റിലെ ടെമ്പിൾ അല്ലെങ്കിൽ ദേവാലയം ഇത് ചർച്ചിന്റെ ഒരു നിഴലാണ്. നോട്ട് എക്സാക്ട്ലി. കാരണം യഹൂദർക്ക് അവിടെ മാത്രമേ ആരാധന ഉണ്ടായിരുന്നുള്ളൂ, അത് വിശ്വസ്തർ എന്നൊക്കെ അറിയപ്പെട്ടിരുന്നു. ബട്ട് മൈ ക്വസ്റ്റ്യൻ ഈസ്, ഈ ദേവാലയം എവിടെ പണിത്? യു ഷുഡ് നോ ഇറ്റ്. 2 Chronicles 3 എടുക്കുമ്പോൾ ഇറ്റ്സ് വർത്ത് തിങ്കിങ്. നമ്മൾ once more I want to remind, do we consider godliness is a means of gain? ചില സാമ്പത്തികമായിട്ട് ഉയർച്ച കിട്ടാൻ, വീട് കിട്ടാൻ, കാറ് കിട്ടാൻ, ജോലി കിട്ടാൻ, നല്ല ലൈഫ് പാർട്ട്ണറെ കിട്ടാൻ, ഇതൊക്കെ കർത്താവിനെ വിളിച്ചാൽ നല്ലതാണ്. കർത്താവിനെ വിളിച്ചാൽ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം. സി മെനി അൺബിലീവേഴ്സ് ദേ യൂസ് ടു ടെൽ, ഒരു കാര്യം ഞങ്ങൾക്ക് അറിയാം, കർത്താവിനെ വിളിച്ചാൽ നല്ലതാണെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. പക്ഷെ അവർ വിളിക്കണ്ട. കാരണം കർത്താവിനെ വിളിക്കണമെങ്കിൽ many things you are to forsake. അതുകൊണ്ട് വേണ്ട. അറ്റ് ദി സെയിം ടൈം കർത്താവിനെ വിളിച്ചാൽ നല്ലതാണെന്നുള്ള എവരിബഡി നോസ്, ഈവൻ ജാതികൾക്കറിയാം. സോ 2 Chronicles 3 എടുക്കുമ്പോൾ ഇത് ക്രിസ്ത്യൻ ലൈഫ് ഓർ ദേവാലയം ഓർ സഭ പണിയപ്പെട്ടത് എവിടെയാണെന്ന് ചിന്തിക്കുന്നതല്ല. 2 Chronicles 3 ജെറുസലേമിൽ മോറിയ പർവ്വതത്തിൽ തൻ്റെ പിതാവായ ദാവീദിന് കർത്താവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത്, ദാവീദ് നിർദ്ദേശിച്ചിരുന്ന സ്ഥാനത്ത്, യബൂസിയനായ ഓർണാന്റെ മെതിക്കളത്തിൽ സോളമൻ കർത്താവിന്റെ ആലയം പണിയാൻ തുടങ്ങി. ഇവിടെ മാത്രമേ ആലയം പണിയാൻ പറ്റൂ, ഇവിടെ മാത്രമേ ക്രിസ്ത്യൻ ലൈഫ് തുടങ്ങാൻ പറ്റൂ, ഇവിടെ മാത്രമേ ചർച്ചിന്റെ പണി തുടങ്ങാൻ പറ്റൂ. സ്ഥലം എവിടെയായിരുന്നു? ജെറുസലേമിൽ മോറിയ പർവ്വതം. മോറിയ പർവ്വതം ഈസ് ഫെമിലിയർ ടു us. ഗോയിങ് ടു Genesis 22. അതായത് അബ്രാഹം അതിരാവിലെ ഇസ്ഹാക്കിനെ കൊണ്ട് കുറച്ച് ചുമലിൽ വിറകുമായിട്ട്, കയ്യിൽ തീപ്പന്തവുമായിട്ട്, കയ്യിൽ കത്തിയുമായിട്ട് യാത്ര പുറപ്പെട്ട സ്ഥലം, ചെന്നെത്തിപ്പെട്ട സ്ഥലം മോറിയ ഈസ് എ സൈൻ ഓഫ് സാക്രിഫൈസ്. നോട്ട് ഓൺലി സൈൻ ഓഫ് സാക്രിഫൈസ്, ഏറ്റവും വിലപ്പെട്ടതിനെ
ഹോമിക്കാനുള്ള വില്ലിങ്നെസ്സിന്റെ സിംബോളിസം ആണ് മോറിയ പർവ്വതം. സോ ഇഫ് യു വാണ്ട് ടു ബിക്കം എ ക്രിസ്ത്യൻ, or if you want to become, or if you want to build church, or if you want to build the temple, you have to be on the Mount of Moriah. മോറിയ എന്തിൻ്റെയൊക്കെ സിംബോളിസമാണ്? തനിക്ക് ഏറ്റവും വിലപ്പെട്ടതിന് വിത്തൗട്ട് എ സെക്കൻഡ് തോട്ട്, ഇഫ് യു ആർ വില്ലിംഗ് ടു സാക്രിഫൈസ്, യു ആർ എലിജിബിൾ ടു ബിൽഡ് ദി ചർച്ച്. പത്രോസിനെ, യാക്കോബിനെ, യോഹന്നാനെ വിളിച്ചു, ഫോളോ മീ. അപ്പൻ, ജോലി, വള്ളം, വല, നോ സെക്കൻഡ് തോട്ട്, ദാറ്റ് ഇസ് മോറിയ. ദെൻ ദാവീദ് ഓർണാന്റെ മെതിക്കളം, ദൈവത്തിന്റെ കോപത്തെ ശമിപ്പിക്കാൻ ബലി അർപ്പിച്ച സ്ഥലം. അതായത് ദൈവം, മനുഷ്യവർഗം ദൈവവുമായിട്ട് ശത്രുതയില്ല, ആ ദൈവത്തിന്റെ ക്രോധത്തെ കെടുത്തുന്ന സ്ഥലം, അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സാക്രിഫൈസ്. അപ്പൊ ഇവിടെയാണ് ഈ godliness is not a means of gain, it's a means of sacrifice. So coming back to, നമ്മുടെ സമയം കഴിഞ്ഞു, I'm going to finish. We'll think in detail. Numbers 22 വരുമ്പോൾ, അപ്പോൾ നമ്മൾ കാണുന്ന ബലിയാം, so far he is a good example, immediate instantaneous obedience. കാരണം ദാവീദ് പറയുന്നുണ്ട് 119:60 പെട്ടെന്ന് വായിക്കും, 119:60 പെട്ടെന്ന് വായിക്കും, നോട്ട് 60 അല്ല, 4 സെന്റൻസ്. You have ordained your precepts that we should keep them diligently. So you have ordained your precepts that we should keep them diligently. Verse 60 വായിക്കുമ്പോൾ, I hastened and did not delay to keep your commandments. I did not delay, I hastened to obey your commandments. തിടുക്കത്തിലോട്ടും വൈകാതെ എൻ്റെ കൽപ്പന അനുസരിച്ചു. അപ്പൊ ഇവിടെ ഇതൊക്കെ അനുസരിച്ചു. അപ്പൊ നമ്മൾ ചിന്തിച്ചത് വഴിയിൽ വെച്ച് തളർന്ന കാര്യം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചത്. ബട്ട് ദെൻ 22:15, ആദ്യം അയച്ചവരെക്കാൾ കൂടുതൽ ബഹുമാന്യരായ കൂടുതൽ പ്രഭുക്കന്മാരെ ബാലാക്ക് വീണ്ടും അയച്ചു. അവർ ബിലിയാമിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, സിപ്പോറിന്റെ പുത്രനായ ബാലാക്ക് പറയുന്നു, എൻ്റെ അടുക്കൽ വരുവാൻ ഒന്നും തടസ്സമാകരുതേ, തീർച്ചയായും ഞാൻ നിന്നെ ഏറെ ബഹുമാനിക്കും. നീ പറയുന്നത് എന്തും ഞാൻ ചെയ്യാം, വരൂ, എനിക്ക് വേണ്ടി ജനത്തെ ശപിക്കുക. എന്നാൽ ബലിയാം ബാലാക്കിന്റെ ദാസന്മാരോട് പറഞ്ഞു, നിറയെ വെള്ളിയും സ്വർണവും ഉള്ള തൻ്റെ ഗ്രഹം ബാലാക്ക് എനിക്ക് തന്നാൽ പോലും ചെറുതോ വലുതോ ആയ ഏതെങ്കിലും കാര്യത്തിൽ എൻ്റെ ദൈവമായ കർത്താവിന്റെ കൽപ്പന ലംഘിക്കുക വയ്യ. ഇറ്റ്സ് ഗുഡ് ടു തിങ്ക്. ഹൃദയത്തിന്റെ തികവിൽ നിന്ന് അധരങ്ങൾ സംസാരിക്കും. നമ്മള് ഐ ഹാവ് ലിറ്റിൽ എക്സ്പീരിയൻസ്, രക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ ഹൃദയം പുറത്തു വരും. ഇവിടെ ബാലാക്കിന്റെ ഹൃദയം പുറത്തു വന്നു, ബാലാക്കിന്റെ അല്ല, ബലിയാമിന്റെ. ബലിയാം പറയാണ്, നിറയെ വെള്ളിയും സ്വർണവും ഉള്ള ഭവന എനിക്ക് തന്നാലും ഞാൻ ചെറുതോ വലുതായ ഏതെങ്കിലും കാര്യത്തിൽ എൻ്റെ ദൈവമായ കർത്താവിന്റെ കൽപ്പന ലംഘിക്കില്ല. അപ്പൊ ഈ വന്ന ഓഫറിൽ ഇതൊക്കെ ഉണ്ട്, നിന്നെ ഏറെ ബഹുമാനിക്കും, ഞാൻ നിന്നെ ഏറെ ബഹുമാനിക്കും എന്ന് പറഞ്ഞാൽ ചെല്ലുമ്പോൾ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിക്കുന്നല്ല, നോ, കൂടുതൽ പൈസ തരും, കൂടുതൽ സമ്പത്ത് തരും. അല്ലെങ്കിൽ ഹി വാസ് ലൂർഡ് ഓർ അട്രാക്റ്റഡ് ബൈ മോർ ഓഫർ, അല്ലെങ്കിൽ വെൽത്ത്, കൂടുതൽ പണം ഉണ്ടാക്കാനുള്ള ഒരു ചാൻസ്. ഹൗ? ഇൻ ദി നെയിം ഓഫ് ഗോഡ്. അതുകൊണ്ടാണ് കർത്താവ് വാൺ ചെയ്തത്. അപ്പൊ ഇവിടെ ശരി ഇതെല്ലാം പറഞ്ഞു. എന്നാൽ ബലിയാം പറഞ്ഞു, അപ്പൊ ഇതൊക്കെ ഓഫറാ, ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദീസ് ആർ ദി തിങ്സ് ഓഫേർഡ്. സ്വർണവും വെള്ളിയും, അല്ലെങ്കിൽ അവിടെ മോവാബ് ദേശത്ത് വലിയൊരു വീട്, അല്ലെങ്കിൽ നിനക്ക് അവിടെ ദൈവവേല ചെയ്യാനായിട്ടൊരു കാരണം ഇദ്ദേഹം ചെയ്യുന്ന ദൈവവേല കൂടോത്രം മന്ത്രവാദ, അവിടെ ആ ദേശത്തും കൂടെ ഇങ്ങനെ ശുശ്രൂഷ വ്യാപിപ്പിക്കാനുള്ള ഒരു ഓഫർ. കാരണം ഇദ്ദേഹം വളരെ അകലെന്നാണ് വരുന്നത്, കുറെ അകലെയുള്ള സ്ഥലമാണ്. അപ്പൊ ഇവിടെ മോവാബില് ശുശ്രൂഷിക്കാനുള്ള ഒരു ചാൻസ്, നിറയെ പണം, ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും പല ദൈവവേലക്കാരും പല ശുശ്രൂഷകരും. ശരി, അവിടെ ദൈവവേല ചെയ്യാം, അല്ലെങ്കിൽ മോർ ഓഫേഴ്സ്, വലിയൊരു വാതിലും, പക്ഷെ പല ഡിവൈൻ പ്രിൻസിപ്പിൾസും ബലി കഴിക്കേണ്ടി വരും. അപ്പൊ ഇതിങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ 19 സെന്റൻസ് ആണ് ഹൂ ബലിയാം ഈസ് റിയലി എന്നുള്ളത് വെളിപ്പെടുന്നത്. കർത്താവിന്റെ കൽപ്പന ലംഘിക്കുക വഴി. കർത്താവ് എന്നോട് കൂടുതലായി എന്താണ് അരുൾ ചെയ്യാനുള്ളത് എന്ന് അറിയുന്നതിന് ഈ രാത്രി കൂടി നിങ്ങൾ ഇവിടെ താമസിക്കുക.
അപ്പൊ ഇത് നമ്മൾ പറയാറില്ല, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ. വലിയൊരു ഓഫർ. പക്ഷെ കർത്താവ് പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി കുറച്ച് ദൈവഭയം, കാരണം പല ദൈവങ്ങളെയും എല്ലാ ദൈവങ്ങളെയും പേടി അങ്ങനെയാണല്ലോ. ഈ യഥാർത്ഥ ദൈവത്തെ അറിയാത്തവർക്ക് എല്ലാ ദൈവങ്ങളെയും പേടിയായിരിക്കും. അങ്ങനെയാണ് ഈ സൂര്യചന്ദ്രന്മാരെ ആരാധിക്കുന്ന സിസ്റ്റം. പാമ്പ് ദൈവമായത് അങ്ങനെയാ, ഇടി, കാറ്റ്, കൊടുങ്കാറ്റ് എല്ലാം ദൈവമായത് ഇവർ പേടിയായിട്ടാണ്. അതുകൊണ്ടാണ് ഈ ഇതിൽ നമ്മൾ ഓർക്കേണ്ട ഒരു വേർഡുണ്ട്. Isaiah 8:12 വായിക്കുമ്പോൾ, അത് ലീവിങ് ബൈബിളിൽ നിന്ന് വായിക്കും. ടേക്ക് ദിസ് 8:12 ഒന്ന് വായിക്കുക. ഈ മലയാളം ഒന്ന് വായിച്ചു. ഈ ജനത ഗൂഢാലോചന എന്ന് വിളിക്കുന്നവയെല്ലാം ഗൂഢാലോചന എന്ന് വിളിക്കരുത്. അവർ ഭയപ്പെടുന്നതിനെ ഭയപ്പെടരുത്, ഭീതിയും വരുത്. എന്നാൽ പരിശുദ്ധൻ എന്ന് നിങ്ങൾ കരുതുന്ന സൈന്യങ്ങളുടെ കർത്താവായിരിക്കട്ടെ നിങ്ങൾക്ക് ഭയദായകൻ. അതെ, അതായത് സത്യദൈവത്തെ ഭയപ്പെടാത്തവര് എല്ലാ കല്ലിനെയും മുട്ടിയെയും പേടിക്കും. ഇതൊന്ന് വായിച്ചു, ലിവിങ് ബൈബിൾ ഒന്ന് വായിച്ചു. Don't let people call you a traitor for staying true to God. Yeah. Don't you panic as so many of your neighbors are doing when they think of Syria and Israel attacking you. Yeah. Don't fear anything except the Lord of the armies of heaven. Yeah. If you fear him, you need fear nothing else. Yeah, അതൊന്നുകൂടെ വായിച്ചേ, ലാസ്റ്റ് പാർട്ട്. If you fear him, അതിനു മുമ്പുള്ള don't fear anything except the Lord. Don't fear anything except the Lord our God. അടുത്ത സെന്റൻസ്, if you fear the Lord, you need not fear anything. അതൊന്നുകൂടെ വായിച്ചേ. Don't fear anything except the Lord of the armies of heaven. Yeah. If you fear him, you need fear nothing else. If you fear him, you need fear nothing else. പക്ഷെ ഇവിടെ ഈ ബെലിയാമിന് എല്ലാത്തിനും പേടിയാ. കാരണം ഇങ്ങനത്തെ സത്യദൈവമായിട്ടൊരു നോളജ് ഇല്ല. ബാലാക്കിന് പേടിയാ. അപ്പൊ ഇവിടെ ഈ ഭയം ഉള്ളതുകൊണ്ട് ദൈവം പറയുന്നല്ലാതെ ഞാൻ ഒന്നും പറയുന്ന പ്രശ്നമില്ല, ഞാൻ പോകണ്ടെന്ന് ദൈവം ഓൾറെഡി പറഞ്ഞതാ. ഫിയർ ഓഫ് ഗോഡ് ഈസ് ടു ഹേറ്റ് ഈവിൾ ഓർ ഫിയർ ഓഫ് ഗോഡ് ഈസ് ടു ഒബേ ദി ലോർഡ്. പക്ഷെ ഇത് വലിയ ഓഫർ വന്നേക്കുക. കാരണം ഉള്ളില് ഇതുകൊണ്ടാണ് നമ്മൾ ഓരോ സിറ്റുവേഷൻസാണ് നമ്മളെ പുറത്ത് കൊണ്ടുവരുന്നത്. നമുക്ക് ദാവീദ് ആ ടെംപ്റ്റേഷൻ, ഊറിയയുടെ ബത്ശബയുടെ കേസിൽ ടെംപ്റ്റേഷൻ ഉണ്ടാകുന്നിടം വരെ ഈ പ്രശ്നമില്ലായിരുന്നു, നോ പ്രശ്നം. ഇവിടെ ബെലിയാമിന് ദ്രവ്യാഗ്രഹമുണ്ട്, പക്ഷെ ഇങ്ങനൊരു ഓഫർ ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ ദൈവം പോകരുത് പറഞ്ഞു. അതുകൊണ്ട് നോർമലി എന്താ ചെയ്യേണ്ടത്, ഇനി എങ്ങനെയെങ്കിലും ദൈവത്തിൽ നിന്ന് ഇത് പാസ്സാക്കി എടുക്കും. വി ആർ ഓൾസോ ഗോയിങ് ത്രൂ ദി സെയിം സിറ്റുവേഷൻ. ചില കല്യാണ ആലോചന വരുമ്പോൾ രക്ഷിക്കപ്പെട്ടതല്ല, അല്ലെങ്കിൽ ഇത് ദൈവത്തിന് നിരക്കുന്നതല്ല. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു ഇത് വേണ്ടാന്ന്. പക്ഷെ അട്രാക്ഷൻസ്, മേ ബി ഇപ്പം ആണുങ്ങളാണെങ്കിൽ ചിലപ്പോൾ സുന്ദരി പെങ്കൊച്ചായിരിക്കും, ജോലി ഉണ്ടായിരിക്കും, പണം ഉണ്ടായിരിക്കും. ഇതെല്ലാം കാരണം കൊണ്ട് ഇനിയിപ്പോൾ ഏക കുറവ് രക്ഷിക്കപ്പെട്ടിട്ടില്ലെന്നുള്ളതേ ഉള്ളൂ. ഇനി ഒന്ന് രക്ഷിച്ചെടുത്താൽ മതിയല്ലോ, അപ്പോൾ സംഗതി ഓക്കെ. അപ്പൊ വീണ്ടും ആദ്യം ദൈവം പറഞ്ഞത് വേണ്ടാന്ന്, പക്ഷെ രണ്ടാമത് എന്ത് ചെയ്യും? ബൈബിളൊക്കെ കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട്, കത്തോലിക്കലും എല്ലാവരും ഒക്കെ ചെയ്യുന്ന പോലെ കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരു സ്ഥലം എടുക്കും. അപ്പോൾ ചിലപ്പോൾ വായിക്കുന്ന ഇതായിരിക്കും, നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കണ്ണുകൾ കണ്ടിട്ടില്ല, കാതുകൾ കേട്ടിട്ടില്ല, ഓ നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഇത് തന്നെ. അപ്പൊ ശരി, ഗൈഡൻസ് എടുത്തു. സെയിം വേ ബലിയാം ഇത് ചെയ്തു, ഒന്നോടെ ദൈവത്തോട് ആലോചിക്കാൻ പോയി. സോ ഹൃദയങ്ങളെ അറിയുന്ന ദൈവത്തിന്റെ മുമ്പില് രണ്ടാമത് ചോദിക്കുന്നത് എന്തിനാണെന്ന് ദൈവത്തിന് അറിയാം. അപ്പൊ രണ്ടാമത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ, കർത്താവിന് എന്നോട് കൂടുതലായി എന്താണ് അരുളി ചെയ്യാനുള്ളത് എന്ന് അറിയുന്നതിന് ഈ രാത്രി കൂടി നീ ഇവിടെ താമസിക്കുക. ദൈവം ആ രാത്രി ബിലിയാമിന്റെ അടുക്കൽ വന്ന് അരുളി ചെയ്തു, നിന്നെ വിളിക്കാൻ വന്നവരാണ് ഇവരെങ്കിൽ എഴുന്നേറ്റ് ഇവരുടെ കൂടെ പോവുക, എന്നാൽ ഞാൻ കൽപ്പിക്കുന്നത് മാത്രമേ നീ ചെയ്യാവൂ. ഇത് ഇവിടെയാണ് ഈ ദൈവത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഹൃദയത്തിന്റെ മോട്ടീവ് നോക്കാം. ഗിദിയോനല്ല, സാംസനോട് മാതാപിതാക്കൾ പറഞ്ഞു, ഇസ്രായേലിൽ പെണ്ണില്ലായിട്ടാണ് നീ ഫിലിസ്തീൻ പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോകുന്നത്. ഇറ്റ് ഈസ് റിട്ടൺ, എഴുതിയിട്ടുണ്ട്. ഡ്യൂട്ടോണമി 7 എഴുതിയിട്ടുണ്ട്, ജാതികളുമായിട്ട് വിവാഹ ബന്ധത്തിന് പോകരുത്, അത് ആഗ്രഹിക്കരുത്, അവരുടെ ഐശ്വര്യം നീ കാക്ഷിക്കരുത്, ഇതെല്ലാം ഉണ്ട്. ടീച്ചിങ് ഇസ് ദയർ. പക്ഷേ സാംസൺ എന്ത് പറഞ്ഞു? എനിക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ദൈവം പറഞ്ഞു, ശരി നീ ഇതിനെ തന്നെ കല്യാണം കഴിച്ചോളാം. അവിടെ എഴുതിയേക്കുന്നത് കോംപ്ലിക്കേറ്റഡ് ആണ്, നമുക്കത് പിന്നീട് എന്തെങ്കിലും ചിന്തിക്കാം. അപ്പോൾ ഇത് ദൈവത്തിന്റെ ഹിതമെന്ന് മാതാപിതാക്കൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ദൈവം അവനെ
ഇതിനുവേണ്ടി കൈ ഒഴിഞ്ഞത് മാതാപിതാക്കൾ മനസ്സിലാക്കിയില്ല എന്ന് അതിൻ്റെ അർത്ഥമുള്ളൂ. കാരണം വെൻ യു ആർ ഇൻസിസ്റ്റിംഗ് ഫോർ സംതിങ് യു വിൽ ലൂസ് ദി പെർഫെക്റ്റ് വിൽ. ദൈവം അനുവദിക്കും, ദാറ്റ് ഈസ് ദി പ്രിഫറൻഷ്യൽ വിൽ. ദൈവം അനുവദിക്കാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ ദൈവം പറഞ്ഞു പൊക്കോളം പറഞ്ഞു. അപ്പൊ ഇവിടെയാണ് നമുക്ക് ബെലിയാമിന്റെ ഉപദേശം വാൺ ചെയ്തേക്കുന്നത്. അതായത് സാമ്പത്തിക ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ദൈവത്തെ ഡിസൊബേ ചെയ്യുന്നവരെല്ലാം, അല്ലെങ്കിൽ നോട്ട് ഓൺലി സാമ്പത്തിക ബെനിഫിറ്റ്, നമ്മൾ ആദ്യം ചിന്തിച്ചു ഗോഡ്ലിനെസ് ഈസ് എ മീൻസ് ഓഫ് ഗെയിൻ. ഇത് ചിലപ്പോൾ ജോലി കിട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റാറ്റസ് ആയിരിക്കും, സമൂഹത്തിൽ ബഹുമാനം കിട്ടുന്നതായിരിക്കും. ചില ആൾക്കാർക്ക് നമുക്ക് 10 പേരുള്ള കൂട്ടാണെങ്കിലും അവിടെ മൂപ്പനാകാൻ വേണ്ടി കടിപിടി കൂട്ടുന്നത് കാണാറുണ്ട്. അത്രയേറെ അധപ്പതിച്ച ഒരു ക്രിസ്ത്യൻ കൂട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്, നമ്മളെല്ലാം ജീവിക്കുന്നത്. നമുക്ക് ദൈവം if God is exalting somebody, he will exalt. നമ്മൾ വായിക്കുന്നുണ്ട് ജോഷുവയുടെ കാര്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അന്ന് തുടങ്ങി സകല ജനങ്ങളുടെയും മുമ്പിൽ ജോഷുവയുടെ പൊസിഷനെ ദൈവം എക്സാൾട്ട് ചെയ്ത് nobody can underestimate. അപ്പൊ ഇവിടെ നമ്മുടെ ജീവിതത്തിൽ ഗോഡ്ലിനെസ് ഷുഡ് നോട്ട് ബി എ മീൻസ് ഓഫ് ഗെയിൻ. എന്തെങ്കിലും മെച്ചം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദൈവവചനത്തെ കോംപ്രമൈസ് ചെയ്ത്, അല്ലെ ദൈവവചനത്തിൽ ഒന്നോടെ നമ്മൾ ശരി, ഇറ്റ് ക്യാൻ ബി സോഷ്യലി ഉള്ള പ്രോബ്ലംസ് ആയിരിക്കും, അല്ലെ നമുക്ക് പല ആൾക്കാരും ഗൾഫിൽ രക്ഷിക്കപ്പെട്ട് വേർപെട്ട് ആരാധിക്കുന്നവർ നാട്ടിൽ വരുമ്പോൾ വേറെ സഭയിലാകും. കാരണം ഇവർക്ക് പിള്ളേരുടെ കല്യാണം കഴിക്കാൻ, അല്ലെ ശവടക്കം നടത്താൻ. അറ്റ്ലീസ്റ്റ് ഒരു കപ്പിൾസിനെ എനിക്കറിയാം, ഒരു അമ്മനെയും ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അവര് രക്ഷിക്കപ്പെട്ട ഒരു സഭയിൽ നിന്ന് മർത്തോമയിൽ നിന്ന് മാറി വേറൊരു സഭയിൽ പോയവരാണ്. ഞാൻ അവരെ മീറ്റ് ചെയ്യുമ്പോൾ അവർ വീണ്ടും മർത്തോമ സഭയിലേക്ക് പോയി. കാര്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പിള്ളേരുടെ കല്യാണം കഴിഞ്ഞിട്ട് വീണ്ടും പോകാൻ പറഞ്ഞു. അപ്പൊ അവർ കല്യാണം കഴിക്കുന്നതിടെ വരെ വീണ്ടും മർത്തോമ സഭയിലേക്ക് പോകുന്നു. ഇതെല്ലാം ബെലിയാമിന്റെ ഉപദേശത്തിന്റെ ഡിഫറെന്റ് കാര്യങ്ങൾ. അപ്പൊ ഇവിടെ ബെലിയാം, അതായത് ഒരു ഗെയിനു വേണ്ടിയിട്ട് ദൈവവചനത്തോടുള്ള ഭയം നഷ്ടപ്പെടുമ്പോൾ യു ആർ ഗോയിങ് ഇൻ ദി വേ ഓഫ് ബെലിയാം. യു വിൽ കണ്ടിന്യൂ ടു തിങ്ക്. ബെലിയാമിന്റെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചിന്തിച്ചേ പറ്റൂ. കാരണം ഈ സഭയ്ക്ക് ഉള്ള ലെറ്റർ, സഭായുഗം, ഓഫ് കോഴ്സ് യൂദ എഴുതിയിട്ടുണ്ട്, പക്ഷെ ഈ 7 സഭകൾക്കുള്ള ലെറ്ററിൽ മെൻഷൻ ചെയ്തേക്കുന്ന ബെലിയാം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇറ്റ്സ് എ വെരി സീരിയസ് തിങ്. ഈ ബെലിയാമിന്റെ അബദ്ധങ്ങളിലേക്ക് നമ്മൾ പോകാതെ നമ്മളെ തന്നെ കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ ബെലിയാമിന്റെ അബദ്ധം അൾട്ടിമേറ്റ്ലി ഹി ലോസ്റ്റ് ഹിസ്, അവിടെ ഫിസിക്കൽ ലൈഫ് നഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഇറ്റ് വിൽ ഡിസ്ട്രോയ് അവർ സ്പിരിച്വൽ ലൈഫ്. നമുക്ക് പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ദൈവത്തിന്റെ വചനം അത് ആത്മാവിനെ പുനരുജ്ജീവിപ്പിക്കുന്നു, റിഫ്രഷ് ചെയ്യുന്നു. കർത്താവ്, ഇത് സ്വർണത്തെക്കാൾ അല്ലെങ്കിൽ ലോകത്തിലെ എല്ലാ വെൽത്തിനേക്കാൾ ഞങ്ങൾ സ്നേഹിക്കുന്ന കർത്താവിന്റെ വചനമാണ്. ജോബ് പറയുന്ന പോലെ ഞങ്ങളുടെ ഡെയിലി ഫുഡിനേക്കാൾ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. കാരണം മനുഷ്യൻ ജീവിക്കുന്നത്, മനുഷ്യനൊരു സ്പിരിച്വൽ ക്രീച്ചർ ആയിരിക്കാലും മനുഷ്യന് അപ്പം കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനവും ഞങ്ങൾക്ക് വേണം. കർത്താവെ, ബെലിയാമിന്റെ കാര്യം ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കുമ്പോൾ കർത്താവെ, അബദ്ധങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. ബുദ്ധി ഉള്ളവരായിട്ട്, വിവേകമുള്ളവരായിട്ട്, പരിജ്ഞാനമുള്ളവരായിട്ട് ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഞങ്ങളെ സഹായിക്കണം. എല്ലാ മാനവും മഹത്വവും പിതാവെ അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. ക്രിസ്തു യേശു മുഖാന്തരം യാചിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രിയ പിതാവെ, അവിടെ നിന്ന് കേട്ടറിയാണ്.